السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനികളായ ദീനിന്റെ കാവൽക്കാരും പ്രചാരകരുമായ ബഹുമാനികളായ ഉലമാക്കളെ, ദീനിന്റെ കാവൽക്കാരായ, ദീനിനു വേണ്ടി അധ്വാനിക്കുന്ന, ദീനിന്റെ ഏത് വിഷയത്തിലും മുന്നണി പോരാളികളായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉമറാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അല്ലാഹു തആല ഇതിൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ മജ്‌ലിസ് ഒരുപാട് ഫضലുള്ള മജ്‌ലിസാണ്. ഞാൻ ആ ഭാഗം പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഈ ഫضൽ കാരണം അള്ളാഹിന്റെ ഫضലുള്ള ഒരു മജ്‌ലിസാണ്. അല്ലാഹു തആല ഈ ഔദാര്യം നാളെയും ചെറിഞ്ഞു കിട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ മഗ്ഫൂരിങ്ങളിൽ കൊടുക്കട്ടെ. സകലം അല്ലാഹു തആല പുറത്തു തരട്ടെ. എന്നിട്ട് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ ചേർത്ത് തരട്ടെ. നരകം അല്ലാഹു ഒഴിവാക്കി തരട്ടെ. സ്വർഗം തരട്ടെ. ഹിസാബില്ലാതെ കിട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും അല്ലാഹുവിന്റെ പൊരുത്തം തുടർന്നു കൊണ്ടുപോകാൻ തൗഫീഖ് നൽകട്ടെ. എമ്പാടും ഹാഫിളീങ്ങളും സാലിഹീങ്ങളും ഈ നാട്ടിലുണ്ടാകാൻ ഈ ഒരു സ്ട്രെസ് കാരണമാക്കി തരട്ടെ. 25 കൊല്ലം മുമ്പ് കഴിഞ്ഞിട്ട് മനുഷ്യന്മാരിവിടെ നന്മ നടന്നു നിൽക്കുന്നത് കണ്ടാൽ അങ്ങനെ ഒരു സദസ്സിനെ സംഘടിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നന്നായതെന്ന് പറയാനുള്ള രൂപത്തിൽ ഇതൊരു സബബാക്കി തരട്ടെ. ഇത് സംഘടിപ്പിച്ചവർക്കും ഇങ്ങനത്തെ ബുദ്ധിവർക്കും ആ മസ്തിഷ്കത്തിനും ചെവഴിച്ചവർക്കും ഇത് ഇക്വാലിറ്റി കെട്ടിണ്ടാക്കിയവർക്കും ദുനിയാവും ആഹ്റവും നന്നാക്കി കൊടുക്കണം. എല്ലാവരും ചെലവഴിച്ചവരെ, അതിനെ അധ്വാനിച്ചവരെയും പന്തൽ കിട്ടിയവരും ഒക്കെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ശഫാഅത്ത് നൽകട്ടെ. ലാ തുറദ്ദു ശഫാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഒരാൾക്ക് ശഫാഅത്ത് ചെയ്താൽ പിന്നെ ആ ശഫാഅത്ത് തള്ളപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു എല്ലാം നിരക്കും. രോഗം മാറാനാണെങ്കിൽ അങ്ങനെ, അതല്ല എന്ത് തരം പ്രയാസവും അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബർക്കത്തോട് നീക്കി തരട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തുറന്നു തരട്ടെ. പൊരുത്തപ്പെട്ട അടിമകളിൽ ചേർക്കട്ടെ. ആമീൻ റഹ്മത്തിക. മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ പങ്കെടുത്ത ഒരു 10-17 കൊല്ലമായി ഞാൻ കോഴിക്കോടുണ്ട്. 2000 നവംബർ 5-ാം തീയതിയാണ് അരീക്കോട് നമ്മുടെ ക്ലാസ് തുടങ്ങിയത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. 2000 നവംബർ 5-ാം തീയതി. 2017 2001 കോഴിക്കോട് ക്ലാസ് തുടങ്ങി. 2002 കൊടുവള്ളി ക്ലാസ് തുടങ്ങി. 2002 തന്നെ മുക്കത്ത് ക്ലാസ്. ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഇന്ന് റബ്ബിന്റെ സഹായത്താൽ അല്ലാഹുവിന്റെ ഫضൽ കൊണ്ട് സാന്നിധ്യങ്ങളും ബർക്കത്തുകളും സാന്നിധ്യങ്ങളും നടന്നു പോകും.
ഇതിനിടയിൽ 2004 ബഹുമാനപ്പെട്ട കാക്കുളങ്ങര മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വല്ലിപ്പാട് ഒരു വഖഫിന്റെ ഭൂമി, ഖുർആന് വേണ്ടി വഖഫ് ചെയ്ത ഒരു ഭൂമി എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആധാരമാണ്. എന്നിട്ട് ആ ആധാരം നിങ്ങൾക്ക് വേണ്ടമാതിരി ചെയ്താൽ നിങ്ങൾ ഖുർആന് വേണ്ടിയാണ്, എന്ത് ചെയ്താലും വേണ്ടിയില്ലാതെ ഖുർആന് വേണ്ടി വഖഫാക്കിയതാണ്, നമ്മൾക്കതൊന്നും ചെയ്യാൻ കഴിയൂല. പഴയ കാലത്ത് ഇതിൽ അണ്ടിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അണ്ടിത്തോട്ടം പെറുക്കി വെച്ചിട്ട് അത് പള്ളിക്കൽ കുട്ടികളെ കൊണ്ട് ഓദിപ്പിക്കാൻ ഉണ്ടായിരുന്നു. ഓത്തിന് വേണ്ടിയിട്ട് മുൻഗാമികൾ വഖഫ് ചെയ്ത ഭൂമിയാണ്, 2 ഏക്കർ ഭൂമിയാണ്. അപ്പൊ അത് റഹ്മത്തുൽ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അത് പിന്നെ അത് ഖുർആന് വേണ്ടിയുള്ള അമലും മുൻഗാമികൾക്കും നമുക്കും അതിനൊരു സവാബ് കിട്ടുമാണ്. മാലൂകത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന് കാക്കോളം മുഹമ്മദ് മുസ്ലിയാർ ഞാൻ മുക്കത്തെ ക്ലാസ് എടുക്കുമ്പോൾ 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായ വർത്തമാനമാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ അദ്ദേഹം ഗൗരവമായി പറയുമ്പോൾ ഇങ്ങനെ ആധാരം കൊണ്ടെന്ന് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന്റെ ഒരു മുന്നിൽ നിൽക്കുന്നത് അന്ന് പിന്നെ സൈദ് സാദിഖ് ശിഹാബ് തങ്ങളാണ്. അപ്പൊ തങ്ങളോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ പാഴൂരിൽ കാക്കുളങ്ങര മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ഒരു ഭൂമി നമുക്ക് തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? ഖുർആനിൽ പ്രവർത്തനം അതിൽ നടത്തിയ വലിയ നന്മയായിരുന്നു എന്ന് പറയുമ്പോൾ തങ്ങൾക്കും വലിയ ആവേശമായി. ആ കൊല്ലം അത് 2006 ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട കെ.ടി. മാനം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാറം ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടു 2007. അങ്ങനെയാണ് ദാറുൽ ഖുർആനിന്റെ തുടക്കം. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അനവധി ഹാഫിളീങ്ങൾ ഈ ഒരു 10 കൊല്ലത്തിനുള്ളിൽ അവിടുന്ന് പഠിച്ചു. ഒരുപാട് കുട്ടികൾ പഠിച്ചു. അള്ളാഹുവിന്റെ സഹായം എന്റെ കണക്കിനൊക്കെ അറിയില്ല. ഞാനത് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കുട്ടികൾ ഹാഫിളായി പോയിട്ടു. പക്ഷെ ഏതെങ്കിലും ഒരു നാട്ടുകാർ എന്നെ വിളിച്ച് ആ കുട്ടികളെ ആദരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് കൂടുതൽ ഹാഫിളീങ്ങൾ ഉള്ളതില്ല. കണ്ണൂർ ജില്ലയിലെ ലാസ്റ്റ് പിന്നെ പയ്യന്നൂരിന്റെ ഉൾഭാഗത്ത് പാടിച്ചാൽ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇതേപോലെ ഖുർആനിൽ പഠിച്ച 2 കുട്ടികൾക്ക് വേണ്ടി ആ നാട്ടുകാർ വലിയൊരു പന്തലുണ്ടാക്കി, വലിയൊരു സദസ്സുണ്ടാക്കി. കഴിഞ്ഞ വർഷത്തെ വേനലിൽ ഉസ്താദുമാരും സയ്യിദന്മാരൊക്കെ കൊണ്ടുവന്ന് ആ പരിപാടിക്ക് എന്നെ വിളിച്ചിരുന്നു. ആ കുട്ടികളെ ആദരിക്കാൻ വേണ്ടി വലിയൊരു പരിപാടി ഉണ്ടാക്കി. ആ പരിപാടിയിൽ ഞാനും പങ്കെടുത്തതിനപ്പുറം ഇത് ഞങ്ങളപ്പം നാട്ടിൽ ഒരു കുട്ടി ഖുർആൻ പഠിച്ചതാണ്, 11 ആദരിക്കുന്ന ഒരു മജ്‌ലിസാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ഒരു പരിപാടി ഇല്ല. എന്നാൽ അങ്ങനത്തെ സംഗതി ഉണ്ടാവണമെങ്കിൽ ഞാൻ അറിയും. അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഈ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയൂല. കുറേയാണ്ട് ചെയ്യും എന്നല്ലാതെ സത്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾക്ക് എന്താണ് ഇവിടെ ചെയ്തതെന്നാൽ അള്ളാഹിന്റെ കലാമ പഠിച്ച കുട്ടിയെ നമ്മൾ ഈ സദസ്സിലിട്ട് ആദരിച്ചു. ഈ സദസ്സിൽ ആ കുട്ടിക്ക് വലിയ സ്ഥാനം നൽകി. ആ കുട്ടി പരിശുദ്ധ ഖുർആന്റെ മഹത്വം തന്നെ അറിയിക്കുന്ന ആയത്തും നമ്മൾക്ക് മുന്നിൽ ഓതി കേൾപ്പിച്ചു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റാഹത്ത് തുടർന്ന് വലിയ സന്തോഷത്തിൽ എത്തിച്ചാലാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് കുട്ടിയുടെ മനസ്സിൽ ഒരു ഡോട്ട്, ഇങ്ങനെ ഒരു ചെറിയ ഡോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കും. ഒരു ചെറിയ ഒരു സ്പന്ദനം. ഇത് ഞാൻ ഈ പുറകോട്ട് പോകാൻ പാടില്ല എന്നൊരു ചിന്ത ഉണ്ടാകും. അപ്പൊ ആ കുട്ടി കൂടുതൽ പഠിക്കാൻ കഴിയണം. അപ്പൊ നിങ്ങൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ വീണ്ടും അവർ പഠിക്കും. പ്രോത്സാഹിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു തരം എന്താ പറയുക, ഒരു പ്രോത്സാഹിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു തരം മടി നമ്മുടെ സമുദായത്തിലുണ്ട്. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനും പ്രോത്സാഹിപ്പിക്കണം, വല്ലാത്ത മടിയാണ് ആ മടി. ഒരു അബദ്ധം വന്നാലോ എല്ലാവരും അവരുടെ മേൽ ചാടില്ല. എന്നാൽ ഒരു പ്രോത്സാഹനം അതോട് തരുകയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്നോട് പറയാം. നന്നായി
ഏതെങ്കിലും നാടന്മാർ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ നന്നായി എന്ന് പറയും. നന്നായി പറയാൻ വേണ്ടിയല്ല, നമ്മളൊക്കെ പ്രായപൂർത്തിയായ വലിയ മനുഷ്യന്മാരാണ്, നമുക്ക് ഇങ്ങനെ നന്നായി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഒരാൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നന്നായി എന്ന് കേൾക്കുന്നതൊരു നന്മയാണ്, അതിനു വേണ്ടി ചെയ്യുന്നതല്ലെങ്കിൽ ഒരു നന്മയാണ്. അത് മനുഷ്യന് കൂടുതൽ നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായി എന്ന് പറയാൻ മനസ്സില്ലാത്തവർക്ക് മോശമായി എന്ന് പറയാൻ പാടില്ലാന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരാളത്തിനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിൻ്റെ ബലിയാടായ ഒരാളാണ്. നന്നായി എന്ന് പറയാറില്ല. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ എല്ലാവരും കൂടെ ചാടി വീഴും എന്ന് മാത്രം. സാരമില്ലാതെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പം പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. രണ്ടുകൊല്ലം മുമ്പ് പറയുകയാണെങ്കിൽ എനിക്ക് വിഷമമായി തോന്നിയിരുന്നു. ഇതിന്നും രാത്രി കരയിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വർത്തമാനം. ഇത് ഏതെങ്കിലും പദങ്ങൾ കുട്ടി സാധാരണ ഒരു പരിക്കമുണ്ടെങ്കിൽ നമ്മൾ 15 കൊടുത്താൽ മതി. ഏതെങ്കിലും 10 ആളുകൾ കോഴിക്കോട് നമ്മൾ വഹാബികൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ കോഴിക്കോട്ട് ഒരു പതിവുണ്ടായിരുന്നു. KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ക്ലാസ്സാണ് കോഴിക്കോട് ആകെ ഉണ്ടാകുക. നമ്മുടെ വലിയ ആളുകൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ഉന്നതന്മാരെ അന്ന് ആ ക്ലാസിന്റെ അടിമകളാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ പലർക്കുമ്പോഴുള്ളൂ. ഇന്ന് കോഴിക്കോട്ടെ ഉമറാക്കളായ പല ആളുകളും നമ്മൾ ഈ ക്ലാസ് 2001 വരുന്ന സമയത്ത് KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ അടിമകളാണ്. അന്ന് കോഴിക്കോട്ട് ഒരു പൊതുവായ ഒരു ചെല്ലുണ്ടായിരുന്നു. കൂടുതൽ കാറ് നിർത്തിയിട്ടത് കണ്ടാൽ അവിടെ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ക്ലാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അക്കാലത്താണ് തുടങ്ങിയത്. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചിന്തിച്ചപ്പോൾ അതിന് പരിഹാരമാക്കിയതാണ്. അള്ളാഹുവിന്റെ സഹായത്താൽ ഇപ്പോൾ KV എത്തിക്കൊടുക്കി ക്ലാസ് ഉണ്ടെന്ന് പോലും നാട്ടിൽ പോയി. അൽഹംദുലില്ലാ. അതൊക്കെ ശിഹാബ് തങ്ങളുടെ വർക്കത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഹാബ് തങ്ങളുടെ വർക്കത്താണ്. അദ്ദേഹം ഇനി ഇതൊക്കെ കൂട്ടത്തിൽ പറയണമെന്ന് തങ്ങളെ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയും വേണം. പാണക്കാട്ടന്മാർ നമ്മൾ പ്രത്യേക മനുഷ്യന്മാരാണ്. അത്ര റഹ്മത്തുള്ള മനുഷ്യന്മാരെ അവിടെയില്ല. അവരെ ഇതിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തി പറയും. ഇതൊക്കെ പറയുമ്പോഴും അവരെ മാറ്റി നിർത്തി പറയേണ്ടതാണ്. ഒരു കൊല്ലം കോഴിക്കോട് സ്ഥിരമായി ക്ലാസ് ഇരുന്ന് തുടക്കത്തിലോ ഒടുക്കത്തിലോ, ചിലപ്പോൾ തുടക്കത്തിലും ഒടുക്കത്തിലും അങ്ങനത്തെ കൊല്ലം ഉണ്ടായിട്ട് തുടക്കത്തിൽ വരും, അല്ലെങ്കിൽ ഒടുക്കത്തിൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും വരും. ഷരീഫ ഫാത്തിമ ബീവി നമ്മളെ മജലിസിൽ വന്ന് ക്ലാസ് കേൾക്കും. തങ്ങൾ കുറച്ചു നേരം ഇരിക്കും, എന്നിട്ട് പോയിട്ട് ആ ബദർപള്ളിയിൽ ചുമര് ചാരിയിരിക്കും. അങ്ങനത്തെ സമയത്ത് തങ്ങൾക്ക് പുറം വേദനയായിട്ട് ബദർപള്ളി ചാരി എന്ന ക്ലാസ്സിലൊക്കെ വന്ന് വല്യങ്ങൾ പറഞ്ഞു. ഒരു കൊല്ലം തങ്ങൾക്ക് വരട്ട് ചോറി പിടിച്ചു. ഈ ചെയ്ത ആകെ അങ്ങനെ തങ്ങൾക്ക് കുപ്പായിടാൻ കഴിഞ്ഞില്ല. ഒരു പരിപാടി കൊണ്ട് തങ്ങൾ പോയില്ല. ആ തുടക്കം ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ വന്നില്ല. അങ്ങനെ അഹമ്മദ് സാഹിബാണെന്ന് ഉദ്ഘാടനം ചെയ്തത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു വെക്കട്ടെ. അങ്ങനെ പിന്നെ വരാൻ പറഞ്ഞു. ലാസ്റ്റ് ഏതായാലും വരുമെന്ന് പാണക്കാട്ട് വിവരം കിട്ടിയാൽ അതിനങ്ങനെ പോയി. റമദാൻ അവസാനിക്കുന്നതിന്റെ തലേ ദിവസം, റമദാൻ 28-നും 29-നാണ് ക്ലാസ് അവസാനിക്കുന്നത്. അന്ന് ഉറപ്പായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വാഹനത്തിൽ മൂത്തടുത്ത് നിന്ന് ഇങ്ങനെ വരികയാണ്. റമദാൻ പിറ്റേന്ന് റമദാൻ അവസാനിക്കും. അങ്ങനെയാണ് നമ്മളെ ക്ലാസ്സും സെറ്റ് ചെയ്തിട്ട് പോയി. കൊല്ലം റമദാന്റെ അവസാനം 29 നോമ്പിനാണ് അവസാനത്തെ ക്ലാസ്. കൊല്ലം ശനിയാഴ്ച ആയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ വരുന്ന വരവില് മുനവറിന്റെ ശാബദങ്ങൾ വിളിച്ചു. ഉപ്പാക്ക് വരാൻ കഴിയില്ല, ഉപ്പാക്ക് രാവിലെ എണീറ്റിട്ട് കുപ്പായിടാൻ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവർക്ക് ആകെ വിഷമം, ഭയങ്കര ഒരു വിഷമം തോന്നി. ഭയങ്കര വിഷമം ഒരു ഈ മനസ്സിൽ എന്താ പറയാ, ഒരു പാപ്പ മരിച്ചത് പോലത്തെ ഒരു വല്ലാത്ത വിഷമം. അങ്ങനെ ഒരു കോലത്തിൽ വന്ന് അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. കുഞ്ഞുപേരൻസിനെ ദ്വാ ചെയ്തു, തിരിച്ചു പോയി. പിന്നെ മനസ്സിന് വല്ലാത്തൊരു വേദന. തങ്ങൾ വരാൻ വല്ലാത്തൊരു സംഗതിയാണ്. തങ്ങൾ ഒരു വല്ലാത്തൊരു കരുണ, പ്രത്യേകിച്ചും ഈ ഖുർആൻ അമൽ കൊണ്ടായിട്ടുണ്ടായിരിക്കാം. TK പരീക്കുട്ടി ആച്ചും മുക്കം മൊയ്മാനും ഞാനും തങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു കസേരയാണ്. അപ്പോൾ തങ്ങൾ എന്നെ പിടിച്ചിട്ട് കുട്ടി അവിടെ ഇരിക്കും, അവർക്ക് കണ്ടാക്കും കുറച്ച് വയസ്സുണ്ടെങ്കിൽ ആരോഗ്യമുണ്ട്, അവർ നിന്നോളും, കുട്ടി അവിടെ ഇരിക്കില്ല. അങ്ങനത്തെ സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവാണ്. ഞാൻ അത് വലിപ്പത്തരമല്ല, ഞാൻ എൻ്റെ ഒരു മുറബി എന്ന് പറയാൻ ചില വിഷയത്തിൽ എനിക്ക് ഒരു പാഠം പഠിപ്പിച്ചതാണ് തങ്ങൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ എൻ്റെ ആ മനുഷ്യന്മാരെ നന്മ പറയണം. അതും കൂട്ടത്തിൽ പറയണല്ലോ, എല്ലാം കൂടി തള്ളിക്കളയാൻ പാടില്ല. എനിക്ക് വലിയ വിഷമം തോന്നി തങ്ങൾ വന്നില്ലെന്നും. പിന്നെ
പിറ്റേന്ന് രാവിലെ ഞാൻ കൊണ്ടോട്ടിക്കടുത്തൊരു പരിപാടിയുണ്ട്. അന്നാണ് നോമ്പിൻ്റെ ലാസ്റ്റ് ദിവസം. അങ്ങനെ പോകുമ്പോൾ മുനവർ ഷിഹാബ് ഞങ്ങൾ വിളിച്ചു, ഉപ്പ നിങ്ങളോട് പിന്നെ ഒന്ന് വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പരിപാടി കഴിഞ്ഞ് വേഗം പാണക്കാട് ചെന്നപ്പോൾ തങ്ങൾ കുപ്പായിട്ടില്ല, ഒരു വയലും കൊണ്ട് പൊതിച്ചിട്ട് മുസാഫും കൊണ്ട് ഓതിയിട്ടിരിക്കുകയാണ് അകത്തെ മുറി. അങ്ങനെ കസേരയിട്ട് അവിടെ ഇല്ല ഇരിക്കി. എന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും. അതിനിടയിൽ മുനവർ ഷിഹാബ് ഞങ്ങളോട് അങ്ങനെ വാങ്ങി കാണിച്ചു. മുനവർ ഷിഹാബ് ഞങ്ങൾ ഒരു കവർ കൊണ്ടുവന്നു. ആ കവറിൽ ഒരു തുണിയും ഒരു കുപ്പായം കൊണ്ടുവന്നു. എനിക്ക് തന്നു ഒരു തുണി ഒരു കുപ്പായം. അങ്ങനെ ആ കുപ്പായം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അളവ് പിന്നെ ഇതിൽ നിങ്ങൾ കാസറ്റിൽ നിങ്ങൾ അളവ് നോക്കിയിട്ട് അളവ് പറഞ്ഞതാണ്. അങ്ങനെ കാസറ്റ് നോക്കിയിട്ട് കിട്ടിയ അളവാണ്, നിങ്ങൾക്ക് കൊള്ളുമല്ലെന്നൊന്നും അറിയില്ല. ഏതായാലും ഇത് പെരുന്നാളിൻ്റെ തുണി കുപ്പായാണ്, നിങ്ങൾക്ക് നിങ്ങളെ പരിപാടിക്ക് വരാൻ കഴിയാത്ത എനിക്ക് വലിയ വിഷമം തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ കുപ്പായം എൻ്റെ വകയാണ്, എന്താ അത് ആദരിക്കാന്ന് പറയാം. അതിൻ്റെ ഒരിക്കൽ വലിയ ആദരവ് ഇനി കേരളത്തിൽ നിന്ന് കിട്ടാനില്ല. ഞാൻ അതും കൊണ്ടുപോയി. ഞാൻ ഭയങ്കര സന്തോഷം തോന്നി. അത് കൊണ്ടു ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞേ അത് ഇനി ഇടണ്ട, കുപ്പായണ്ണവും പെരുന്നാൾക്ക് മാത്രം ഇട്ടിട്ട് പാത്തിച്ചാൽ അത് നമുക്ക് പാത്തിക്കാം. അങ്ങനെ ഉമ്മ അത് പാട്ടിച്ചു. അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഉമ്മ കരഞ്ഞേ, ഞാൻ നല്ല മനുഷ്യന്മാരെ അങ്ങനെയാണ്. നല്ല മനുഷ്യന്മാർക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കമ്മി തോന്നി. എപ്പോഴും മനസ്സ് തുറക്കും, അതെപ്പോഴും വേണം. അതെന്തിനും നമ്മൾ കേരളക്കാർക്ക് ഇല്ലാതെ പോയത് ഒരു നന്മയാണ്, പ്രോത്സാഹിപ്പിക്കുക. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിപ്പോയതെന്ന് അല്ലാഹു പറയാം. വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞല്ല, എനിക്കൊരു ഓർമ്മയെന്ന ചില നന്മകൾ എടുത്തു പറഞ്ഞതാണ്. അങ്ങനെ പാണക്കാടുന്ന ചില അനുഭവങ്ങൾ വേറെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പാണക്കാട് സയ്യിദ് ഉമർ ഷിഹാബ് ഞങ്ങൾ ഇങ്ങനെ അടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ അടുത്ത് നിർത്തി സംസാരിക്കുന്നിടയിൽ ഇങ്ങനെ തടഞ്ഞു നിന്ന ഒരുപാട് അനുഭവങ്ങൾക്കുണ്ടായി. മനുഷ്യൻ്റെ ഹൃദയമാണല്ലോ ഇടത്തെ ഭാഗത്ത്, അവിടെ അങ്ങനെ തടഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ഒരു നന്മ ഒരു മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ അടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഇടത്തെ നെഞ്ചിൽ ഇങ്ങനെ തടഞ്ഞ ഒരുപാട് അനുഭവം പാണക്കാട് ഉമർ ഷിഹാബ് പലപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു ആളാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ അവർ കോയപ്പാപ്പാൻ്റെ മക്കളാണ്. അവർ ഒന്നിനും ലുബ്ധില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കെട്ടിയിരിപ്പൊന്നുമില്ല. പക്ഷെ അവർ രാജകുമാരന്മാരാണ്. അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത്, അങ്ങനെ തന്നെയാണ് പഠിക്കാറുള്ളത്. അള്ളാഹു രാജ്യത്ത് നിലനിർത്തി. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇത് ഖുർആൻ പഠിച്ചൊരു കുട്ടികളെ ആദരിച്ചത് വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ ഓരോ വീട്ടിലും അള്ളാഹു അന്നത്തെ തരും, അള്ളാഹു തരട്ടെ. അത് സ്വന്തം നാട്ടിൽ ആദരവ് കൊടുക്കുക, അത് വലിയൊരു കാര്യമാണ്. ഇവിടെ പലർക്കും ഉണ്ടാവാലോ. നിങ്ങൾ ആ കുട്ടി ആദരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായി. നിങ്ങൾ ആദരിച്ചു റബ്ബിൻ്റെ ഹലാമിനെ. അങ്ങനെ ഇവിടെ എത്രയോ പഠിക്കാൻ പോകുന്ന കുട്ടികളില്ലേ, ഈ കുട്ടി ആദരിച്ചത് എന്തുകൊണ്ട്? ഇവിടെ ഡോക്ടറാകാൻ പഠിക്കുന്നവരുണ്ടാവില്ലേ, എഞ്ചിനീയർ പഠിക്കുന്നവരുണ്ടാവില്ലേ. നിങ്ങൾ ഈ കുട്ടി ആദരിച്ച്, നിങ്ങൾ കുട്ടിയെ എല്ലാം ആദരിച്ച് നിങ്ങൾ ആദരിച്ചത് മുനസ്സലായ കലാമിനെയാണ്. അത് ബഹുമാനപ്പെട്ട ഭൂമിയിലേക്ക് കൊണ്ടുവന്നുള്ള സത്യം. അത് കഴിക്കാൻ ലോകത്തത്ര വലിയ സാധിക്കുന്നതാണ്. ആകാശഭൂമികൾക്കിടയിൽ പ്രപഞ്ചങ്ങളുടെ ഏറ്റവും പുണ്യപ്പെട്ട മനുഷ്യൻ താടി മൂടിയത് ആ മനുഷ്യൻ. ആദ്യത്തെ ഹാഫിൽ ആ മനുഷ്യൻ നിങ്ങൾ ആദരിച്ച് ഒത്തിനബിയാണ്. ആദ്യത്തെ ഹാഫിൽ നിങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ഹാഫിൽ, ലോകത്തെ ആദ്യത്തെ ഹാഫിൽ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ഹാഫിലിനെ ആദരിച്ചു. ലോകത്തെ ആദ്യത്തെ ഹാഫിൽ മുത്തനബിയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സ് എപ്പോഴും തുറന്നു കൊടുക്കണം. ഒരു നന്മ എപ്പോഴും നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. ഇത് കുട്ടിയൊക്കെ വലിയ കാര്യം. ഖുർആനിൽ ഞങ്ങൾ വിചാരിക്കുന്നതും ഖുർആൻ വല്ലാത്തൊരു സംഭവമാണ്. അതിൻ്റെ പിന്നാലെ കൂടിയ പരാജയമില്ല. പാനൂരിൽ ഇസ്മായിൽ ഷിഹാബ് തങ്ങൾ എന്നൊരു മഹാനുണ്ടായി. അദ്ദേഹമാണ് 20-ാം നൂറ്റാണ്ടിൽ ഖുർആൻ വേണ്ടി ഏറ്റവും സേവ ചെയ്ത
ചരിത്രത്തിൽ മലയാളക്കരയിലെ പ്രധാനപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ശിഹാബ് തങ്ങൾ വലിയ മഹാനായിരുന്നു, വലിയ ആളായിരുന്നു. ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞില്ല, അതുകൊണ്ടാണ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് നോക്കണം. അള്ളാഹു തആല നോക്കണം. ഞങ്ങൾക്ക് അത്ഭുതം. ഈ അത്ഭുതം ഞാൻ ബാനൂർ പോയി പഠിച്ച വെറുതെ പറയില്ല. ബാനൂർ തങ്ങൾ എന്നൊരു മഹാനുണ്ടായിരുന്നു. 7 കൊല്ലം മുമ്പ് മരിച്ചു. വല്ലാത്ത ബഹുമാനപ്പെട്ടവർ ജലാലിലേക്ക് ദൃഷ്ടി എഴുതിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? അല്ല ആവശ്യത്തെ നിസാൻ അത്രയും പ്രധാന കിതാബ്. ആ കിതാബ് ഖത്തർ ഗവൺമെൻറ് ഖത്തർ ഔഖാഫ് ഏറ്റെടുത്തു. 5 കൊല്ലം അതിനുവേണ്ടി ഖത്തർ ഔഖാഫ് ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പ്രസംഗിക്കാൻ എന്നെ മുനവ്വർ ശിഹാബ് തങ്ങളെ ഖത്തർ സർക്കാർ വിളിച്ചു. ഖത്തർ ഔഖാഫ് ഏറ്റെടുത്തു. അല്ല ഒരുപാട് കിതാബുണ്ട്. ബാനൂർ തങ്ങൾ പാപ്പ കണ്ടോ ഇല്ലേ? കൂട്ടത്തിൽ നഷ്ടം. അത് നഷ്ടമാണ്. ഈ സമാൻ ഷംസുല്ലമക്ക് സലാം പറഞ്ഞേ, ഷംസുല്ല സലാം പറഞ്ഞേ. സമന്വയ വിദ്യാഭ്യാസം കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ബഹുമാനപ്പെട്ടവരാണ്. ജലാലിന്റെ വ്യാഖ്യാനം അലാ ഹാമിഷി തഫാസിർ. അത് മാത്രമല്ല, ഉസൂലിലെ കിട്ടാവും ചെറുക്കാലൊക്കെ കിട്ടാതെ ഉസൂലുണ്ട്, ജമ്മനുണ്ട്, എല്ലാം അലാ ഹാമിഷി താരീഖുണ്ട്. ശുദ്ധമായ അറബിയിലെ കിതാബ് കണ്ടിട്ട് ഖത്തർ ഔഖാഫിലെ പണ്ഡിതന്മാർ അതിനെ വല്ലാതെ പ്രശംസിച്ച് സംസാരിച്ചു. ആ വേദിയിൽ ഞാനുണ്ട്, മുനവ്വർ തങ്ങളുണ്ട്. 5 കൊല്ലം. ഇനി നിങ്ങൾ അത്ഭുതം കേട്ടോ, ഒരു അത്ഭുതം. ഞാൻ അതൊന്നും പറയാനല്ലത് പറയും. ഞാൻ ഖുർആന് വേണ്ടി ചെയ്ത സേവനത്തിൻ്റെ ഒരു ഉപകാരം. തങ്ങൾക്ക് നമ്മൾ രാവും പകരും ഖുർആൻ എഴുതുക, ഖുർആന്റെ വ്യാഖ്യാനം എഴുതുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക. ഇതല്ലാതെ ദുർസത്ത് രാവും പകലും ദുർസത്തും. പിന്നെ ദർസ് നടത്തും. ഒരു ഒഴിവ് കിട്ടിയ കിതാബ് രാവും അതെല്ലാം. 7 കൊല്ലം മുമ്പ് തങ്ങൾ മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് തങ്ങളുടെ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചപ്പോൾ വസിയത്തുണ്ടായിരുന്നു ഭാര്യക്ക്. പിന്നെ ഓറെ നേരെ തൊട്ടടുത്ത് തന്നെ കബർ. ആ തൊട്ടടുത്ത് കബർ വെച്ചു. 4 കൊല്ലം മുമ്പ്. 4 കൊല്ലം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ 3 കൊല്ലമായി ആര് മരിച്ചിട്ട്. അത്ഭുത ഉണ്ട്, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. പാനൂർ ഇപ്പം തന്നെയല്ലേ? പാനൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ. നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ, നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിക്കില്ലേ? നിങ്ങൾ അന്വേഷിക്കേ. ഇതൊക്കെ ഞാൻ കണ്ടും തണിയും വിവരവും ബോധമുള്ള മനുഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളത് അന്വേഷിക്കാനാണ്. നിങ്ങൾക്ക് ഇതിൽ പാടുന്നുണ്ട്. തങ്ങൾ മരിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചു. തൊട്ടടുത്ത് കബർ കുത്തണമെന്ന് അവർ വസിയത്ത് ചെയ്തു. അങ്ങനെ കബർ കുത്തി പോകുന്നതിനിടയിൽ അങ്ങേ പൊളിച്ച കബറിൻ്റെ വളരെ നൈസായ ചുമരാണ് പൊളിഞ്ഞാൽ കൈ പുറത്ത് കഴിയാണ്. കയ്യുണ്ട് ആ വിടവിനോട് കയ്യുടെയാണ് പുറത്തേക്ക്. അപ്പോൾ ഇവർ ബേജാറായി, എന്താ ചെയ്യാ. അപ്പോൾ തങ്ങളെ മോനുണ്ട് മക്തൂം തങ്ങൾ. അതിനകത്ത് യാത്രയിലാണ്, പുറത്തില്ല. അങ്ങനെ അവർക്ക് വിളിച്ച് അങ്ങനെ എൻ്റെ തങ്ങളാണ് ആരോടും പറയണ്ട, അങ്ങനെ നിങ്ങൾ വേഗം അങ്ങോട്ട് തന്നെ വെളുക്കണം, എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഭാഗം. അങ്ങനെ എല്ലാം തേമ്പിയടച്ച. ഞാൻ ഈ വിവരം പറഞ്ഞിട്ട് പാനൂരിൽ പോയിട്ട് കുയ്യനാണ്. 2 കുയ്യന്മാർ, 2 ആൾ പള്ളി സെക്രട്ടറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പള്ളി സെക്രട്ടറി അതായത് ഈ സംഭവത്തെ നേരിട്ട് കണ്ട ഒരു 5-6 ആളുകൾ ഞാൻ
കണ്ട്, നിങ്ങൾ കണ്ടോ, നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ തൊട്ടോ, അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യും. അതെ, ഞാൻ തൊട്ട്, ഞാൻ കണ്ട്, ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? കോളേജിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ജാമ്യ ഇസ്സഹറയുടെ സെക്രട്ടറിനോട് പറഞ്ഞു, ഫ്രീസറിന് ഒരു സാധനം കൊടുത്താൽ ഉസ്താദെ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടായിരുന്നു കൈ, ഒരു കുഴപ്പമില്ല, ആ കൈ പലപ്പോഴും ഞാൻ പിടിച്ചതല്ലേ, അതെന്നെ. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 4 കൊല്ലം. രണ്ടാം ദിവസം കവള് പൊട്ടു, കണ്ണ് പൊട്ടു. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മൂടിയല്ലാത്തൊക്കെ പോകും. എല്ലൊന്നും ഇല്ലാതായി, 10 ലാവാലേ നടക്കും. പിന്നെ മാസങ്ങൾ കൊണ്ട് എല്ലാം പോകും. അജബുദ്ധനപ്പ് എന്ന് ഇവിടെ ഒരു ബോണിൻ്റെ ഒരു കുറ്റിയുണ്ട്, അതല്ലാത്തതെല്ലാം ബാക്കിയോ. എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഒരു കുറ്റി മാത്രം ബാക്കിയോ. ഇവിടെ ലാസ്റ്റ് വാൽക്കുറ്റി ബാക്കിയോ. ആ കാൽക്കുറ്റി അതല്ലാത്തതൊക്കെ ദ്രവിച്ച് പോകണം. എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതിനാണ് രണ്ടാമത് അള്ളാഹു സൃഷ്ടിക്കപ്പെടപ്പെടുന്നത്. മുത്തു മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക് എത്രയോ സ്ഥലത്ത് കാണാം ഈ ഹദീസ്. ചിന്തിക്ക്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ അപ്പുറത്തേക്കൊന്നും പോകല്ലേ, നിങ്ങൾ ബദരീങ്ങൾ അവിടേക്ക് പോകല്ലേ, നിങ്ങൾ ഇവിടെ നോക്കിക്കളി. നിങ്ങൾ 1400 കൊല്ലം മുമ്പ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് വെളിവായ സംഭവം ബുഖാരിയിലുണ്ട്. റോളയുടെ ചുമര് പൊളിഞ്ഞാടിയിട്ട് പദത്തിലെനാക്കതമുൻ, ഞങ്ങൾക്കൊരു കാല് വെളിവായി. അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടി, ജനങ്ങൾ പറയാൻ തുടങ്ങി, ഖദമു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന്റെ കാലാണല്ലോ, അല്ലാഹു റസൂലിന്റെ കാലാണല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ ആകെ ബേജാറാകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ റോവ ഉണ്ടായിരുന്നു. റോവ അക്കാലത്തെ ഏറ്റവും നിപുണനായ മഹാനായിരുന്നു. റോവയെ കൊണ്ടുവന്നു. റോവ ഇങ്ങനെ നോക്കി പറഞ്ഞു, ഇത് ഉമർ ഖത്താബിന്റെ കാലാണ്, മുസ്തഫ നബിയുടെ കാലല്ല. ഉമർ ഖത്താബിന്റെ കാലാണ്. അപ്പോഴത്തെ താബിഈങ്ങളുടെ കാലമാണ്. സ്വഹാബികൾ മരിച്ചു, താബിഈങ്ങളുടെ കാലമാണ്. ഒന്നും പറ്റിയിട്ടില്ല. 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ്. അതിനെ മനുഷ്യന്മാരെ അവിടെ പോണ്. എവിടെ? അള്ളാഹുവിനെ ഭൂമിയിൽ കുടുംബമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ചോദിച്ചു സഹാബികൾ, അള്ളാഹ്ക്ക് കുടുംബോ നബി? അള്ളാഹ്ക്ക് കുടുംബോ? അള്ളാഹ്ക്കും കുടുംബമുണ്ട്. അപ്പോൾ ചോദിച്ചു സഹാബികൾ, മൻഹും യാ റസൂലല്ലാഹ്? അള്ളാഹ്ക്ക് കുടുംബമോ? ആരാണ് നബി? അപ്പോൾ പറഞ്ഞു, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്. ഖുർആനുമായി ബന്ധപ്പെടുന്നവർ അള്ളാഹുവിന്റെ കുടുംബമാണ്. അള്ളാഹിന്റെ കുടുംബക്കാരനാടായില്ലേ നിങ്ങളെ നാട്? നിങ്ങൾ മെനക്കെട്ടാണ് ഒരു കുട്ടി ഞങ്ങൾക്ക് കിട്ടാൻ. നിങ്ങൾ മെനക്കടി, നിങ്ങൾ മെനക്കടി. ഞാൻ എൻ്റെ റബ്ബിനോട് കരാർ ചെയ്തിട്ടുണ്ട്, ഈ ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. കരാർ ചെയ്തോടെ അള്ളാഹിനോട് പറഞ്ഞു, ഉമ്മാൻ ഈ കുട്ടി ഹജ്ജിന് പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഉണ്ടായതൊക്കെ പെൺകുട്ടിയായി. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് പറയും. അങ്ങനെ ഹിജ്ർ ഇസ്മായിൽ കുട്ടി സ്വർണ്ണപ്പാറ്റിയുടെ മുന്നിൽ നിന്ന് ഉമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അമ്മാനോട് പറഞ്ഞു, നമുക്ക് കുട്ടീനെ മൂല്യലാക്കാം. അള്ളാഹിനോട് പറയാം, അള്ളാഹിനോട് കരാർ ചെയ്യാം, അള്ളാഹു ആൺകുട്ടികളെ തെറ്റ്. അപ്പോൾ ഹിജ്ർ ഇസ്മായിൽ കുട്ടി സ്വർണ്ണപ്പാറ്റിയുടെ ചോട്ടിൽ ഉമ്മാൻ്റെ ബാക്കിൽ ഉമ്മാനെ പൊത്തി പിടിച്ച് ഞാൻ നിന്ന് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് എൻ്റെ കുട്ടിക്ക് ആൺകുട്ടികളില്ല, ഇത് ആൺകുട്ടികളെ കൊടുത്താൽ, ആൺകുട്ടിയെ കൊടുത്താൽ മോനെ മൂല്യലാക്കും. ആൺകുട്ടിയെ വന്നു. 9ാമത്തെ മാസം ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടി. അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ ഒരിക്കൽ കൂടി ഹജ്ജിന് പോയി. അള്ളാഹിനോട് പിന്നെ പറഞ്ഞു, അള്ളാഹ് ഇനി ഇങ്ങനൊരു ആൺകുട്ടി തന്നാൽ അതിനെ ഞാൻ മൂല്യലാക്കും. അപ്പോൾ പിറ്റത്തെ കൂടെ ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടി. അങ്ങനെ ഞാൻ ആദ്യത്തെ മുഹമ്മദ് സാലിഹിന്റെ പേരിട്ടു.
രണ്ടാമത്തേത് അഹമ്മദ് വഹീബുദ്ദീൻ എന്ന് പേരിട്ടു. ഒരു സാലിയ മനുഷ്യനോട് പറഞ്ഞു അങ്ങനെ പേരിട്ടു. അപ്പോൾ പിന്നെ ഒരു രസമായി കഴിഞ്ഞാൽ ഞാൻ ആൾക്കാൻ കിടക്കുക. പിന്നെ മുമ്പ് പോയി പിന്നീട് അള്ളാഹ് എന്നെ ചൊല്ലാൻ പറ്റാത്ത എന്നാൽ ഞാൻ പിന്നെയും അള്ളാഹുത്തെ തോഫിക്ക് തരട്ടെ. അപ്പോൾ അള്ളാഹു പിന്നെ ഒരു ആൺകുട്ടി തന്നു. അത് ഞാൻ ഒരു സാലിയ മനുഷ്യനോട് പറഞ്ഞു. അതിൽ മുഹമ്മദ് ഹാഷിമിന്റെ പേരിട്ടു. മുത്തനബിന്റെ പേര് ഞാൻ അള്ളാഹുക്ക് അയാൾ ചെയ്താണ് മൂല്യമാരാകും. അള്ളാഹുത്തലാക്കി തരട്ടെ. നീ എന്താണ് എന്തുകൊണ്ട് അങ്ങനെ കാരണമുണ്ട്? ഞാൻ എൻ്റെ ആയുസ്സിൽ പരിചയപ്പെട്ട ഹദീസുകളിൽ മൂല്യമായ വാപ്പാക്കുള്ള ആദരവ് ലോകത്താൽ ഉണ്ടാവില്ല. മക്കളെ ഇൽമിനാഫിയാക്കി കൊടുക്കട്ടെ. യൂളഅലുഹുമാ താജുൽ കറാമ. മൂല്യ സാലിഹായ മൂല്യ സാലിഹായ മൂല്യ സാലിഹായ ആലിം പാർന്നൽ പ്രൈമസികളെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ന് നേരം കൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ സാലിയായിരുന്നു. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് പാർന്നൽ പ്രൈമസിലെ സാലിയായി. ഉറപ്പ് യാതൊരു സംശയമുണ്ട. പാറന്നൂർ പ്രൈമസിയാർ സാലിയ മനുഷ്യനെ എനിക്കറിയാം. എനിക്ക് ഒരുപാട് തെളിവുണ്ട്. ഞാൻ ആരെങ്കിലും കേട്ടി ബുക്ക് വായിച്ച് പറയല്ല. എനിക്ക് പാർന്നൽ പ്രൈമസിയാരെ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഒരു സാലിയ മനുഷ്യനെ. അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ദറജ അള്ളാഹു തന്നെ നമ്മളെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മക്കളെയും അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ ഞാൻ ആർക്കെങ്കിലും വേണ്ടി പറയല്ല. ഞാൻ ഇന്ന് നേരം കൊടുത്തിട്ട് ഒരു യാത്രയിൽ പാർന്നൂർ പ്രൈമസിൽ ഞാൻ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് മാത്രം എനിക്ക് ബോധ്യപ്പെട്ട സംഭവം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സാലിയ മനുഷ്യനായിട്ട്. ആ അങ്ങനത്തെ സാലിഹായ വലിയങ്ങളെ അള്ളാഹെ ഓർമ്മ എന്നിട്ടോ കറാമത്തിന്റെ കിരീടങ്ങൾ ചൂടിക്കൊണ്ട് ആദരവിന്റെ കിരീടം അല്ലാഹു തആല നമുക്കൊരു തരട്ടെ. മൂന്ന് വീടുകൾ ഭൂമിയിൽ പ്രകാശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ബൈത്തുല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പള്ളിയാവുന്നു. ഒന്ന് ബൈത്തുൽ ആലിം, അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമിന്റെ വീടാണ്. മൂന്ന് ബൈത്തു ഹാഫിളിൽ ഖുർആൻ പഠിച്ച ഹാഫിളിന്റെ വീടാണ്. മൂന്ന് വീട് തിരിച്ചറിയും എന്ന് മുഹമ്മദ് മുസ്തഫ. ഭൂമിയിലെ മൂന്ന് വീടുകൾ ആകാശത്തുള്ളവർക്ക് വെളിച്ചം കൊടുക്കും. ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കും പോലെ ഭൂമിയിലെ മൂന്ന് വീട് ആകാശത്തുള്ളവർക്ക് അങ്ങോട്ടും വെളിച്ചം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ശരിക്കും മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഭൂമിയിലെ മൂന്ന് തരം വീടുകൾ ആകാശത്തുള്ളവർക്ക് അങ്ങോട്ട് വെളിച്ചം കൊടുക്കും. ഏതുപോലെ ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചം ഇങ്ങോട്ട് കൊടുക്കും പോലെ. ഉദാഹരണം, രാത്രി നമ്മൾ പുരാരി ഭൂമിയുണ്ട്. രാത്രി നോക്കിയാൽ അവിടെയൊക്കെ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ കാണും. ബാക്കിയൊക്കെ ഇരുട്ടായിരുന്നു. എന്നതുപോലെ ആകാശത്തെ മലക്കുകൾ ഇങ്ങനെ നോക്കുമ്പോൾ മൂന്ന് തരം സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടോ? നക്ഷത്രം പോലെ വെളിച്ചം ഉണ്ടോ? അതേതൊക്കെ? ഒന്ന് ബൈത്തുല്ലാഹി, ഒന്ന് അള്ളാഹിന്റെ വീട്. അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട്, അല്ലാതെ വേറെ കുതിരവിടെ ഉണ്ടാക്കിയതല്ല. അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട്. ഇന്നത്തെ കാലത്ത് ഒന്നും കൂടി കൂട്ടി പറഞ്ഞു. കാരണം സ്വന്തം താല്പര്യത്തിന് വേണ്ടി വെറുതെ അള്ളാഹിന്റെ വീട് എന്ന് കാലമാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മസ്ജിദ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മസ്ജിദ് എന്ന് പറഞ്ഞല്ലോ. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീട്. അള്ളാഹു തആല അങ്ങനത്തെ വീടിന് വേണ്ടി ദാനം ചെയ്യാനും കൈമൽ ഇടപെടാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നാണ്. രണ്ട് ബൈത്തുൽ ആലിം, പടച്ചോനെ പേടിക്കുന്ന ആലിമിന്റെ വീട്. പടച്ചോനെ പേടിക്കുന്ന ആലിമിന്റെ വീട്. ഒരു തന്നെ ഉപയോഗിക്കുക. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് ഇന്നുമുണ്ട്. ഒരു ഉറുപ്പ്യക്കാരൻ്റെ ഉറുപ്പ്യനെ ഒരു വില വെക്കൂല, ഒരധികാരിൻ്റെ വർത്താനം വില വെക്കൂല, അല്ലാത്ത ഒരാളെ പേടിക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാർ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. അതാണ് ഒരാൾ ആ അള്ളാഹുവെ പേടിക്കുന്ന ആലിമിന്റെ വീട്. ആ വീട് ആകാശത്തെ മലക്കോങ്ങനെ തിരിച്ചറിയും. മൂന്നാമത്തത് ബൈത്തു ഹാഫിളിൽ ഖുർആൻ. ഖുർആൻ മനഃപ്പാഠമാക്കിയ കുഞ്ഞുമോനെ വീട്. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാളുടെ വീട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വീട് കിട്ടി. നിങ്ങളുടെ നാട് പ്രകാശിക്കാൻ പോവുക. നിങ്ങളുടെ നാടിൽ ഒരു വെളിച്ചമുണ്ടാവും. വെളിച്ചമുണ്ടായ നക്ഷത്രം ഉണ്ടെങ്കിൽ പരിസരത്തൊക്കെ വെളിച്ചമുണ്ടാവും.
ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകും. എന്താണ് പ്രചോദനം? അള്ളാന്റെ ദീൻ പഠിക്കുന്ന മക്കൾ നാട്ടിലുണ്ടാവും, വേറെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ 3 മക്കളെ പറ്റി പറഞ്ഞ എന്തിനാണ് ജനങ്ങളെ, അത് ഞാനൊരു പ്രചോദനത്തിന് വേണ്ടി പറഞ്ഞാൽ വേറൊരു ലക്ഷ്യമല്ല. ചിന്തിക്കും, അതൊരു പ്രചോദനത്തിന് വേണ്ടി പറഞ്ഞതാണ്. മൻകാന യുരീദു ദുനിയ ഫഅലൈഹി ബിൽ ഇൽമി വമൻകാന യുരീദു ആഖിറ ഫഅലൈഹി ബിൽ ഇൽമി വമൻകാന യുരീദുഹുമാ ഫഅലൈഹി ബിൽ ഇൽമി. ഒരാൾക്ക് ദുനിയാവ് വേണോ, ഇൽമ പഠിച്ചോ. ഒരാൾക്ക് ആഖിറം വേണോ, ഇൽമ പഠിച്ചോ. ദുനിയാവ് ആഖിറം വേണോ, ഇൽമ പഠിച്ചോ. ഇത് പ്രചോദനത്തിന് വേണ്ടി. ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും. അത് മൂല്യനും കഴിഞ്ഞു പോകും, മൂല്യനല്ലാത്തതും കഴിഞ്ഞു പോകും. ഇമ്മ പഠിച്ചോന്നും കഴിഞ്ഞു പോകും, അല്ലാത്തതും കഴിഞ്ഞു. വലിയ മുതലാളിക്ക് കഴിഞ്ഞു പോകും. മുതലാളി രാവിലെ ഒരു കഷ്ണം 2 കഷ്ണം പുട്ടും ഒരു ചായയും മുതലാളി അതും കൂടിയിട്ടുണ്ട്. ഇതിന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. മുതലാളിക്ക് കൂടാനെ കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് മൂപ്പർക്ക് 10 കഷ്ണം പുട്ട് നാളൊന്നും കഴിയില്ല. കാരണം മൂപ്പർക്ക് അത്ര തന്നെ കഴിയില്ല. ചിലപ്പോൾ മൂല്യർക്ക് ഈ 2-3 ആക്കാൻ കഴിയും. മൂപ്പർക്ക് 2-1 മൂന്നാക്കാൻ നല്ലാതെ ചിലപ്പോൾ പുട്ട് കഴിക്കില്ല. ചിലപ്പോൾ പഞ്ചസാരയിൽ പുറത്തുണ്ടാവില്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് കർണാടകത്തിൽ പഞ്ചസാര ഫാക്ടറി ഉണ്ടാവും. പക്ഷെ മൂപ്പർ ഇവിടെ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ പഞ്ചസാര കുടിക്കാതെ കുടിക്കാനുള്ള മാധ്യമം ഉണ്ടാവില്ല. കാരണം മൂപ്പർ തടി തന്നെ പഞ്ചസാര കൊണ്ടിറക്കിയിരിക്കും. തോഫിക്കില്ല. ചിന്തിക്കും. പിന്നെ ഉച്ചക്ക് നേരത്തെ ചോറാണ്. അത് ചോറും മൂലയിലുണ്ടാവും, മുതലാളിക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ ചപ്പാത്തി ഉണ്ട്. അത് മൂലയിൽക്കുണ്ടാവും, മുതലാളിക്കുണ്ടാവും. മുതലാളിക്ക് കൂടാനും കൂടി സമ്പത്തി ഉണ്ടാവും. മൂലയിൽക്ക് ഇൽമല്ലാതെ സമ്പത്തി ഉണ്ടാവില്ല. പക്ഷെ ബറാബറാണ് തീറ്റ. പിന്നെ തുണിക്കുപ്പായം അതും ബറാബർ തന്നെയാണ്, അതും ബറാബറാണ്. പിന്നെ മൂലയിൽക്ക് ഒരു കഷ്ണം കൂടും, തലയിലോട്ടും കൂടി ഉണ്ടാവും, മറ്റൊന്നും ഉണ്ടാവില്ല. മൂല പാവം സാധുവിന് 2 തുണി, ഒരു തുണി ഒരു ഉപ്പായം. മൂലയിൽക്ക് ഒരു ലേശം കൂടി കൂടി, എന്നാലും മുതലോട്ട് ഉപകരിച്ചത് മൂലയിലാണ്. ഇനി മോലാലി ആയതുകൊണ്ട് കുപ്പായം ഇടാൻ പറ്റില്ല. 2 കുപ്പായിട്ടാൽ ഞങ്ങൾ നിലമ്പൂരുണ്ടായിരുന്ന ഒരു സാധു പൊട്ടാൻ ഇപ്പൊ 3-4 കുപ്പായിട്ടാൽ ഇപ്പോൾ മൂത്തേടത്ത് അങ്ങനെയാണ്. ഒരാൾ കുപ്പായത്തുമായി കുപ്പായം ഇട്ടാൽ ഇജെന്താ പോലെയാണ് പറയുക. അപ്പൊ മോലാലി ആയതുകൊണ്ട് 2 കുപ്പായം ഇടാൻ പറ്റില്ല, ഇട്ടാൻ പറ്റില്ല. അപ്പൊ അവിടെയും കാര്യമില്ല. എന്തെയും മുതലോട് കാര്യമുള്ളത് എന്താണെന്നറിയാം? കാര്യമുള്ളത് നിങ്ങൾ ലക്കോട്ടിലാക്കിയിട്ട് ആ കുട്ടിയെ ആദരിച്ചു, അതിന് എന്തോ ഇന്നൊന്നും കൊടുത്തു. അൽഹംദുലില്ലാ, അതിൻ്റെ ആദരവാണ്. പിന്നെ നിങ്ങൾ പള്ളി ഉണ്ടാക്കി, മദ്രസ ഖുർആന് വേണ്ടി ഒരാൾ സംഭാവന ചെയ്തിട്ട് 15,000 രൂപ, അതിൽ ഒരു വർഷത്തെ കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്ത 15,000 രൂപയാണ്. അതിൽ 7,000 അവർ നേരത്തെ തന്നു, അല്ലേ? 8,000 ബാക്കി ഞാൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ചതാണ്. ഇതിപ്പോൾ കിട്ടുക. ഒരു മനുഷ്യന്റെ ലാഭം എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ പോകും, ബാക്കിയെല്ലാം പോകും. ഇനി ഉപകരിക്കും ഇനി അറിയൂല. ഇനിയിപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയൂല. ഞാൻ വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മേലെ റമദാനിൽ ഞാൻ ഡൽഹിയിൽ പോയി. എനിക്ക് കാരണം എന്താണെന്നില്ല, അവിടെ മ്യാൻമറിൽ നിന്ന് കുറച്ച് അഭയാർത്ഥികൾ വന്നിരുന്നു. ഇക്കൊല്ലം നമ്മൾ കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു. റബ്ബിൻ്റെ സഹായത്താൽ 9 ലക്ഷം രൂപയുടെ കിറ്റ്, ഭക്ഷണ കിറ്റുകൾ നമ്മൾ ജമ്മു കാശ്മീരിൽ മ്യാൻമർ അഭയാർത്ഥികൾക്ക് വേണ്ടി കൊടുത്തു. ഇന്നിപ്പോൾ മ്യാൻമറിലെ ഒരു വിമാനം തകർന്നത് പോലെ പത്രത്തിൽ കുരുത്തക്കളാണ്. സത്യത്തിൽ കുരുത്തക്കൾ. എത്ര മുസ്ലിമീങ്ങളെയാണ് അവർ ബുദ്ധിമുട്ടിച്ചെടുക്കുകയും ബർമ്മ. ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പോയിരുന്നു. ഞാൻ ഈ ബർമയിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന മുസ്ലിമീങ്ങളെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏകദേശം വലിയൊരു പൈസയുടെ സഹായം ഈ ക്ലാസ്സുകളിൽ നിന്ന് സംഘടിപ്പിച്ച്, കൊടുവള്ളിയിൽ കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ച് അവർക്ക് വസ്ത്രം അവരെ ടെൻറ്റുകൾ പാർക്കുന്നുണ്ട്. ഡൽഹിയിലുണ്ട്, ഹരിയാനയിലുണ്ട്, ജമ്മുവിലുണ്ട്. അവിടെയൊക്കെ ടെൻറ്റുകൾ നമ്മൾ ഈ 2 ക്ലാസ്സുകളിൽ നിന്ന് പൈസ സംഘടിപ്പിച്ചിട്ട് കൊണ്ടുപോയി ടെൻറ്റുകളൊക്കെ കെട്ടി കൊടുത്തു. പിന്നെ സഹായത്താൽ ഇവരൊക്കെ പലരും അതിനെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠം എന്തെന്നാൽ, ഈ ടെൻറ്റ് നടന്നാൽ ഇതന്നെ, ഈ പച്ച നിലം, ഈ നിലത്ത് കാല് കുഴിച്ചിട്ട് ടെൻറ്റ് കെട്ടിയിട്ട് പാർക്കുക. ആരാ പാർക്കണമെന്നറിയോ? ബർമയിലൊക്കെ കോടാനക്കോടി സമ്പത്തുണ്ടായിരുന്ന ആളുകൾ. അവർ ശത്രുക്കൾ ഓടിച്ചതാണ്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. 21-ാം നൂറ്റാണ്ടിൻ്റെ അവസ്ഥ അഭയാർത്ഥികൾ അധികരിച്ചതാണ്. ആരൊക്കെ ഓടിപ്പോണ്ടിരുന്നു അറിയില്ല.
അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്തൊക്കെ ലോകത്ത് സംഭവിക്കും എന്ന് ഇനി അറിയൂല. സലാഹിന്റെയും മദീനയുടെയും ഇടയിൽ യുഹാസറുൽ മുസ്ലിമൂന ബൈന മദീന വസലാഹ്. സലാഹ് എന്നത് ഖൈബറിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റാണ് സലാഹ്. ഈ സലാഹ് മദീനയുടെ ഇടയിൽ മുസ്ലിമീങ്ങളെ ഉപരോധിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ പിന്നെ ദിമഷ്കിലെ റൗദ എന്നൊരു പ്രദേശമുണ്ട്, അവിടെയും മുസ്ലിമീങ്ങൾ ഉപരോധിക്കപ്പെടും. ആ സ്ഥലങ്ങളിൽ മാത്രമേ മുസ്ലിമീങ്ങൾക്ക് ഒരു നീക്കക്കളി ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും റോമക്കാർ പിടിച്ചടക്കുന്ന കാലം പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ ഹദീസ് ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ മുത്തനബിയോട് ചോദിച്ചു, നബിയെ, ഇത്ര ചെറിയൊരു നാട്ടിൽ, അതായത് സലാഹും മദീനയും തമ്മിൽ 150 കിലോമീറ്ററാണ്, റൗദ എന്നത് ചെറിയ പ്രദേശമാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഇത്ര ചെറിയ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ കഴിഞ്ഞുകൂടുക? അപ്പോൾ റസൂൽ 2 മറുപടി പറഞ്ഞു. ഒന്ന്, ശത്രു കൊല ചെയ്യപ്പെടുന്ന കാരണത്താൽ ഇതും കലിയും അന്ന് കുറവായിരിക്കും. 1. 2, കുട്ടിയെ കൊണ്ട് ഗർഭപാത്രം വികസിക്കുന്നത് പോലെ ആ നാടുകൾ മുസ്ലിമീങ്ങൾ കൊണ്ട് വികസിക്കും. അഭയാർത്ഥികൾ അവിടെ വന്നിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. കിതാബുൽ ഫിതനിൽ കിതാബുൽ ഫിതനിലുണ്ട്, അബൂദാവൂദിലുണ്ട്, മുസ്ലിമിലുണ്ട്. അല്ലാഹു നാഫിയായ തരട്ടെ. അപ്പൊ ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതറിയോ? ഒരു നന്മയും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് തന്നെ ഭാരമാകുന്ന ഒരു കാലം വരും. ഇന്ന് മനുഷ്യൻ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റൂല. എത്ര അപകടത്തിലേക്ക് നീങ്ങാൻ. ലോക ചരിത്രത്തിൽ ഇല്ലാത്ത ആയുധ കച്ചവടമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. അതിൻ്റെ ബാക്കിയാണ് കഥ. നമ്മുടെ നാട്ടിൽ ചെല്ലുന്ന തൂറിയന് പേറിയാൽ പേറിയൊന്നാവും. 21-ാം തീയതിയാണ് വന്നത്. ഈ തൂറിയൻ എന്ന് വന്നത് 21-ാം തീയതി വന്നത്. $36,000 കോടി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് അമേരിക്കയും സൗദിയും. $36,000 കോടി 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വലിയ ആയുധങ്ങൾ കൊടുക്കും അമേരിക്ക സൗദി അറേബ്യക്ക്. $36,000 കോടി സൗദി അറേബ്യ അമേരിക്ക കൊടുക്കണം. യുദ്ധ ആയുധ കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വന്നത്. എന്തിനാണ് ഇത്രയേറെ ആയുധം? ലോക ചരിത്രത്തിൽ ഇത്ര ആയുധ കച്ചവടം നടന്ന ഒരു കരാർ ഉണ്ടായിട്ടില്ല. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇത്ര ആയുധ കച്ചവടം നടന്നിട്ടില്ല. 2-ാം ലോക മഹായുദ്ധത്തിൽ ഇത്ര ആയുധ കച്ചവടം നടന്നിട്ടില്ല. $36,000 കോടി ആയുധ കച്ചവടത്തിനാണ് ട്രംപ് ഒപ്പിട്ട് പോയത്. സൽമാൻ ചിന്തിക്കാൻ ഞാൻ എന്നോട് പറയാൻ, ഇതൊക്കെ മനുഷ്യൻ പാഠമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കം പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടേക്കാണ് ഇതൊക്കെ എത്താൻ പോകുന്നത് അള്ളാഹു അലം നമുക്കറിയില്ല. പിന്നെ എന്താ ബാക്കിയാവുക? നമ്മളെ മക്കൾ സ്വാലിഹായി തരുന്നാൽ അത് നമുക്ക് ബാക്കിയാവും. നന്മക്ക് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയാവും. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാന്ന് പറഞ്ഞത് കോഴിക്കോട്ടെ ബിൽഡിംഗ് ആണെന്ന് ആരും വിചാരിക്കേണ്ട. നാഫിയായിമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് അവർക്ക് ദുനിയാവിന് മതിയാവും, ആഖിറത്തിന് മതിയാവും. അത് ദുനിയാവിന് മതിയാവും, അത് ആഖിറത്തിന് മതിയാവും. ഹറമിൽ ഇരുന്ന് ദർശനം നടത്തുന്നത് നേരത്ത് ഹിശാം അബ്ദുൽ മലിക് രാജാവ് തവാഫ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് തവാഫ് ചെയ്ത് ഇങ്ങനെ ദർസിലേക്ക് നീങ്ങിയപ്പോൾ പട്ടാളക്കാർ മുന്നിൽ വന്ന് ദർസിൽ മുന്നിൽ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഹിശാം അബ്ദുൽ മലിക് ഇറങ്ങി പോകാൻ പാടില്ല. രാജാവ് തവാഫ് ചെയ്തപ്പോൾ ആളുകളെ ഒന്നിങ്ങനെ നീക്കി പട്ടാളക്കാർ. അങ്ങനെ ഒഴിവിലാണ് രാജാവ് തവാഫ് ചെയ്തത്. തവാഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ദർശനത്തിനുണ്ട് അള്ളാഹുവിനെ എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവരും വല്ലാത്ത മുഫസ്സിരീങ്ങളിൽപ്പെട്ട ആളാണ് താബിഈങ്ങളുടെ നേതാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹുവിന്റെ തുല്യ സ്ഥാനത്തിൽ നിൽക്കുന്ന മറ്റൊരാളാണ് അത്വാ ബിൻ അബീ റബാഹ്. കറുകെട്ട മനുഷ്യനായിരുന്നു, ഒരു അടിമയായിരുന്നു അത്വാ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നിങ്ങൾക്ക് റളിയല്ലാഹു അൻഹു പറയുന്നത് മനുഷ്യന്മാരാണ്. അങ്ങനത്തെ ആളുകളൊന്നും പിന്നെ ലോകത്ത് ഉണ്ടായിട്ടില്ല. മക്ക താബിഈങ്ങൾപ്പെട്ട മക്കയിലെ മുദരിസാണ്, ഹറമിലെ മുദരിസാണ്. അങ്ങനെ രാജാവ് ദർസിലേക്ക് നീങ്ങിയപ്പോൾ പട്ടാളക്കാർ മുന്നിൽ പാഞ്ഞിട്ട് ദർസിലിരിക്കുന്ന കുട്ടികളെ ഞാൻ മാറ്റാൻ തുടങ്ങിയപ്പോൾ രാജാവിനെ ഇതല്ലാണോ ഞാൻ അവിടെ ബാക്കിലിരിക്കാം. അങ്ങനെ ബാക്കിൽ പോയി ഇങ്ങനെ തല താഴ്ത്തിയിരുന്നു രാജാവ്. അപ്പോൾ ഹിശാം അബ്ദുൽ മലിക്കിന്റെ 2 മക്കൾ ഹിശാമിന്റെ കൂടെ ഉണ്ട്. മലിക്കന്റെ പേടിയായി. ബാപ്പ ഇതുവരെ പൂച്ചനെ പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ബാപ്പ പുള്ളിയാണ്.
ഒരു വാപ്പ ഇതാ പൂച്ചയെ പോലെ പോയിട്ട് ഒരു കറുപ്പനായ മനുഷ്യന്റെ ബാക്കിൽ പോയി മജ്‌ലിസിന്റെ ബാക്കിൽ ഇങ്ങനെ കൂനി കുടിക്കുന്നു. പട്ടാളത്തിനോട് ആളുകളെ മാറ്റാൻ വരെ സംഭവിച്ചില്ല. ബാക്കിൽ അത്താ ദിവസവും നിർത്തിയില്ല. രാജാവ് എന്നല്ലേ അത്താ ദിവസവും നിർത്തിയില്ല. ദിവസം കഴിഞ്ഞ് അപ്പോൾ അത്താ ഒരു പീഠത്തിരിക്കുമ്പോൾ മെല്ലെ 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 മുട്ടുകാലോട് ഇങ്ങനെ ഏയും പോലെ ചെന്നിട്ട് അത്താവിന്റെ ഇശാമിനെ അബ്ദുൽ മലിക്ക് അത്താവിന്റെ സ്റ്റൂളിന്റെ അധികം ഇരുന്ന് എന്തിന് തലയിൽ വണ്ടി അങ്ങനെ തലയിൽ വണ്ടിച്ചു. ആര് മനസ്സിലായില്ലേ? അബസീനിയക്കാരൻ അടിമയിരുന്നു, പിന്നെ ആലിമായി മക്കയിലെ മുദരിസായി ആര് അത്താബിൻ അബി റബാഹ്. അക്കാലത്ത് വലിയ വലിയ രാജാവാണ് ആര് ഹിശാമുൽ അബ്ദുൽ മലിക്. അമവി രാജാക്കന്മാരും വലിയ പൊടികുത്തിയ രാജാവ്. അങ്ങനെ എന്തൊക്കെ വർത്തമാനം പറഞ്ഞു. പീഠത്തിന്റെ മുകളിൽ മുദരിസ് ഇരിക്കുക, രാജാവ് അടിയിൽ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാളുകൊണ്ട് പിരിഞ്ഞപ്പോ പിന്നെ മസായിലേക്ക് കയറുക. സഹായം ചെയ്യാൻ വേണ്ടി കയറുന്നതിൻ്റെ ഇടയിൽ കുട്ടി വെച്ച് അല്ല അപ്പ നിങ്ങൾ പേടിക്കണ ഒരാളെ ഞാനിപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ്. അപ്പൊ പറഞ്ഞു ഇന്നെപ്പോഴത്തോ ഒരു പേടിക്കുന്ന ആളായി മാറണോ കുഞ്ഞാലിമാ വിമോചിച്ചോ, അല്ലാതെ ഒരാളെ ആയിട്ട് തരിക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? സാലിമിങ്ങനെ കയറുകയാണ് ഹിശാമ്. അപ്പൊ മക്കൾ പറഞ്ഞു പേടിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാ ഒരു കറുപ്പനാവശ്യങ്ങൾ. അപ്പൊ പറഞ്ഞു മോനെ നിങ്ങളെ വാപ്പ പേടിക്കണ ആളെ പോലത്തെ ഒരാളാകണോ? എന്നാ പിന്നെ ആലിമൻ അല്ലാതെ നിങ്ങളെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ആദരവ് വാങ്ങിയ കുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തുടക്കം. ഇതൊരു പ്രോത്സാഹനം മാത്രമാണ്. ഇത് പൂർത്തിയാകാനല്ല, ഇത് തുടക്കം. ഇനി പണി ഒരുപാട് എടുക്കാണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. 100 മൈൽസ് നടക്കേണ്ടടുത്ത് 10 മൈൽസ് മാത്രമേ കാണിട്ടുള്ളൂ. 90 മൈൽസ് വാക്യം. അള്ളാഹു ആ കുട്ടി അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇപ്പം നമ്മൾ തൽക്കാലം നമ്മളൊപ്പം ഒപ്പമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണിത്. നമ്മൾ ചിന്തിക്കും. ഇത് തന്നെ ഇൽമിനെക്കാളും വലിയൊരു സംഗതിയില്ല. ഇനി ഇവരെ മുഴുവനും നമ്മൾ ഞാൻ തൊക്കെ പറഞ്ഞ ആഹൃതമാണ്. ഞാൻ പറയാൻ കാരണം ഏത് ബേജാറുണ്ടോ, നാഫിയുണ്ടോ, ദുന്യാവും കുറയില്ല, ആഹ്റവും കുറയില്ല. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ദുന്യാവും കുറയില്ല, ആഹ്റവും കുറയില്ല. ദുന്യാവും കുറയില്ല, ആഹ്റവും കുറയില്ല. ഖുർആനോടും അഹമ്മദിന് ഖുർആനോടാൻ കഴിയും. അപ്പോൾ കുഴപ്പത്തുടിയക്കാരെ കൂട്ടക്കാരെ മരിച്ചാൽ അവിടെ അങ്ങനെ ഓത്തുണ്ടാവും. ഓത്തറിയുന്ന കുട്ടികളൊക്കെ അവിടെ വന്ന് ഓതും. അങ്ങനെ അഹമ്മദ് എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കുടുംബം നല്ല ഓത്തറി, ഉമ്മ നല്ല ഓത്തറി ഉമ്മയാണ്. ഇപ്പൊ ഉമ്മാന്റെ കയ്യിൽ നിന്നും പഠിച്ചിട്ടുണ്ട്, ഏട്ടന്റെ കയ്യിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അഹമ്മദ് എന്ന കുട്ടിക്ക് നല്ല കാരണത്താൽ ഓത്തറിയുന്ന കുട്ടിയെ യാമോത്തിന് പറഞ്ഞു. യാമോത്ത് എന്നാണ് അന്ന് പറയുക. മനസ്സിലായില്ല? കുഴപ്പത്തുള്ള വൈകുന്നേരം വരെ ഇരുന്നോളൂ. 2 അടങ്ങായി നെല്ലുള്ളൂ. ആ 2 അടങ്ങായി നെല്ല് കിട്ടിയാൽ പുരയും കഴിയാൻ അത് മതി. അങ്ങനെ കുറെ ദിവസം ഈ കുട്ടി ഇങ്ങനെ ഇരുന്ന് ഓടുകയും ആ കുട്ടിയുടെ മുഖലക്ഷണം കാണുകയും ചെയ്തപ്പോൾ ഭക്ഷണത്തിന് കൂടെ കൂട്ടി ഖുത്ബി മുഹമ്മദ് മുസ്ലിം ഒരു ദിവസം പറഞ്ഞേ നാളെ രാവിലെ പിന്നെ എന്നെ ഉമ്മാനി ബാപ്പാനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉമ്മാനെ കുട്ടി രാവിലെ വന്ന് അപ്പോൾ ഖുത്ബി പറഞ്ഞേ ഇനി 2 അടങ്ങായി നെല്ലിന് വേണ്ടി ഇങ്ങോട്ട് വരണ്ട. അഹമ്മദ് യാമോത്ത് മതിയാ പോരാ. അഹമ്മദിനെ കൊണ്ട് നാട് ഓടണം. അഹമ്മദിന് അതിന് നടക്കും. അതുകൊണ്ട് നിങ്ങൾ അഹമ്മദിന്റെ 2 അടങ്ങ് നെല്ലും വാങ്ങി വരണ്ട. അഹമ്മദിനെ സ്വർണത്തിന്റെ ഇടങ്ങായി കൊണ്ട് തിരിച്ചു വരും. നിങ്ങൾക്കൊക്കെ കൂട്ടിയാലും അഹമ്മദിന്റെ കയ്യിൽ ബാക്കിയുണ്ടാവും. ദുന്യാവും ഉണ്ടാവും, ആഖിറവും ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം അഹമ്മദിന്റെ 2 അടങ്ങായി അളന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. അഹമ്മദിനെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖുത്ബി തങ്ങൾ കൂടെ കൂട്ടി അഹമ്മദിനെ. ആ അഹമ്മദാണ് സമസ്തയെ മുസ്ലിം. അള്ളാഹു തആല ദർജയിച്ചു കൊടുക്കട്ടെ. അതാണ് കണ്ണീർ. ആ കണ്ണീർക്ക് ഇപ്പറഞ്ഞ പഴപ്പത്തൊടികെ കള്ളക്കുട്ടി കഴിയും. അങ്ങനെയുണ്ട്. പള്ളക്ക് കയറി വന്നപ്പോൾ പള്ളിൻ്റെ ഇരുന്നിട്ട് മാതൃഭൂമി വെച്ചിട്ട് ഇങ്ങനെ വായിക്കുക. അപ്പോൾ പറഞ്ഞു പള്ളി മാത്രം വായിക്കാൻ പറ്റില്ല, അത് ദീപത്തിന് മറ്റൊക്കെ ഉണ്ടാവും. പള്ളി അതിന് വേണ്ടിയല്ല, പള്ളി അതാണ് വീടാണ്. പറ്റൊരു അത് മടക്കിച്ച് അക്കാലത്ത് മുതലാളിമാർക്കൊക്കെ മാതൃഭൂമി വായിക്കാമെന്ന് അവർ വിളിച്ച് ഓടി വെച്ചു.
പിറ്റേ ദിവസം കണ്ണേത്ത് പള്ളിയൊക്കെ വരുമ്പോൾ നിസ്കരിക്കാൻ വരുമ്പോൾ അവിടെ തന്നെ ഉണ്ട് മാധുവിനെയും തുറന്നിച്ചിട്ട് കുഴപ്പത്തൂക്കിയിരിക്കും. പിന്നെ വർത്താനൊന്നും പറഞ്ഞില്ല. അന്നത്തെ ഉച്ചക്കഞ്ഞി അയാളെ പറയുന്ന രാവിലത്തെ ചായ അയാളെ പറയുന്ന ചേട്ടനൊക്കെ കൊണ്ടാവുള്ളൂ എന്നോട് പള്ളിയൊക്കെ അത്ര പറയുമ്പോൾ മരിച്ചു തിരിച്ചുപോയി. കുഴപ്പത്തൂർ തിരിച്ചു. കുഴപ്പത്തൂരിതാന്ന് പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുത്ത ബഹദൂറാണ് ആര് ചോദ്യമല്ല. കുഴപ്പത്തൊഴികക്കാർ കൊന്ന ചോദ്യമല്ല. ഖാൻ ബഹദൂർ പട്ടം കൊടുത്ത ആൾ ഇവിടെ കുഴപ്പത്തൊഴിക പിന്നെ മണ്ണാർക്കാട് ഉണ്ണിക്കമ്മ സാഹിബ് ഇവർക്കൊക്കെയാണ് ഖാൻ ബഹദൂർ പട്ടം കൊടുത്തിരുന്നത്. ആറളം ഫാം 600 ഏക്കറയാണ് ഇന്ദിരാഗാന്ധി ദേശവൽക്കരിച്ചത് ഈ കുഴപ്പത്തൊഴിക പള്ളി. അത്ര ഒരു മുതലാളിമാർ എന്നിട്ടും അവർക്ക് രോഗം പോയില്ല. അങ്ങനത്തെ മുതലാളിമാരാണ്. ആ മുതലാളിമാരെ കൂട്ടത്തിലെ കാരണവരെ അടിയുടെ കൊടുത്തിട്ട് കണ്ണിയെത്തി പത്രം വായിക്കുന്ന അയാൾ പത്രം വായിക്കും. ഇതാരോ അറിഞ്ഞപ്പോൾ വയക്കാട് അങ്ങാടിയിലൊന്നും അങ്ങനെ അടിച്ചിട്ടുണ്ടാകും. ആ അപ്പോഴത്തിന് നാട്ടുകാർ ഇളകി, ഇത് പ്രശ്നമാണ്, കുടുംബം ഇളകി, ഇതിന് തിരിച്ചടിക്കണം, ഇതിന് മറുപടി അടി കൊടുക്കണം, ഇതിനാണ് വിട്ടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പാട്ടിലേക്ക് വിളിച്ച് കുഴപ്പത്തുക പറഞ്ഞേ, ഞാൻ 1-ാം ദിവസം തന്നെ പത്രം വായന നിർത്തിയിട്ടുണ്ട്. 2-ാം ദിവസം ഞാൻ പത്രം വായിച്ചിട്ടില്ല. കാരണം കണ്ണേത്ത് പറഞ്ഞാൽ പിന്നെ എതിര് ചെയ്താൽ അള്ളാന്റെ കോപമുണ്ടാവും എനിക്കറിയാം. പക്ഷേ ഞാൻ 2-ാം ദിവസം പത്രം വായിക്കാൻ പോയതല്ല, ഞാനോട്ട് പത്രം വായിച്ചു പോയില്ല. ഞാൻ പത്രം വെച്ചിരിക്കുന്നുണ്ടാൽ കണ്ണത്തിൽ മനസ്സിലാക്കും ഞാൻ പത്രം വായിക്കണം. അപ്പൊ 1-ാമത്തെ ദിവസം മൂപ്പര് ചെറിയൊരു കമ്മി തന്നിട്ടുണ്ട്. എനിക്ക് ഇന്നെ ഉപദേശിച്ചിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. 2-ാം ദിവസം ആ പണ്ടെടുത്താൽ കണ്ണേറ്റ സ്വഭാവമാണ്, അടി ഉറപ്പാണ്. ആലിമിന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയാൽ കിടക്കൂല, നരകത്ത് കിടക്കൂല. ഉമ്മ പറയുന്നത് ഞാൻ തല്ലുള്ള വേണ്ടി പോയതാണ്. അപ്പൊ ഇങ്ങനെക്കാർക്കെങ്കിലും നരകത്ത് കിടക്കാതിരിക്കണമെന്ന് പോയിട്ടുണ്ടോ? നാളെ മാധവനെ കൊണ്ട് പോയിക്കോളി. അതാണ് ആലിമ ഒരാളെ ആലിമ എല്ലാവരും പഠിക്കും. ഇതിനൊക്കെ പാടല്ലേ, ഇതൊക്കെ ചരിത്രല്ലേ, അവരമ്മന്റെ ആളുകളല്ലേ, അവരെ ഉറപ്പല്ലേ. മുണ്ടമ്പറമ്പ് ദാറുൽ അൻസാറിന്റെ 30 കൊല്ലം മുമ്പ് അൻസാറിന്റെ ശില ഇടാൻ വേണ്ടി ശാബുദങ്ങളെയും കണ്ണിത്തിനെയും കൊണ്ടത്. കണ്ണിത്ത് ദ്വാരക്ക ശിലട്ട് കക്കലെടുത്ത് 30 കൊല്ലം മുമ്പ് രാവിലെ അന്നൊരു പൊരിപ്പം പറയാൻ ഒന്നും ഇല്ല. അപ്പോൾ ഒരു പുരയിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുടിച്ചു പോകണം. കണ്ണിയത്തിനോ അവർ ചായ വേണ്ട, പിന്നെയും പറഞ്ഞു ഞാൻ ചായ വേണ്ട, അല്ലാതെ ചായ വേണ്ട, അത് ചായ വേണ്ട നിർബന്ധിച്ചപ്പോൾ കണ്ണി പറഞ്ഞാൽ പുരക്കാരനെ കൊണ്ട് ചായ വേണോ വേണ്ട പിന്നെ തീരുമാനിക്കാം. അങ്ങനെ പുരക്കാരനാണ് ചായ ഉണ്ടാക്കിയ പുരക്കാരൻ. ഇത് മുണ്ടമ്പറമ്പ് അൻസാറിന്റെ 1-ാമത്തെ സുവനീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുവനീർ കണ്ടും വായിച്ചും പറയാം, വെറുതെ പറയും. ഇത് മുണ്ടമ്പറമ്പ് അൻസാറിന്റെ 1-ാം സുവനീറിലുണ്ട് ഇപ്പോൾ താഴെ. അങ്ങനെ കണ്ണിയത്തെ അങ്ങനെ ചായ ഉണ്ടാക്കിയ പുരക്കാരനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്താണ് എന്റെ പേര് വെച്ചത്? ഒരു പേര് പറഞ്ഞയാൾ. അപ്പൊ പറഞ്ഞ എന്റെ പേരിൽ ഞാൻ ചായ ഉണ്ടാക്കിയത് വെച്ചാൽ അതെ എന്റെ പേര് വെച്ചു. ഞാൻ കുടിക്കാൻ പറഞ്ഞ നമുക്ക് നിർബന്ധം വെച്ചുകൊണ്ട് എന്നാലേ കേട്ടോ. ഈ അഹമ്മദിനെ ഓർമ്മ വെച്ചിട്ട് അഹമ്മദിന്റെ പള്ളിക്ക് അലാലത്തിൽ മുതൽ അഹമ്മദ് ഇട്ടിട്ടില്ല. അതിനാണ് അഹമ്മദ് ഇൽമോടിച്ചത്. അതുകൊണ്ട് എന്റെ പോരേക്കാണ് വന്നാൽ ഇന്നെ ആറാമത് തീക്കൂലാന്ന് ഈ മനുഷ്യന്മാരൊക്കെ കേൾക്കെ 3 വട്ടം പറയാം. അപ്പൊ അയാളെ പറഞ്ഞു എന്റെ പൊരയിൽ ആറാമായ ഭക്ഷണമൊന്നുമില്ല, ഇവിടുന്ന് എന്റെ പൊരയ്ക്ക് വരണം, എന്റെ പൊരയ്ക്ക് ആറാമായ ഭക്ഷണമില്ല, എന്റെ പൊരയിൽ അലായ ഭക്ഷണം മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് എന്റെ പൊരയ്ക്ക് വരണം. ഇവിടുന്ന് വന്നതുകൊണ്ട് എന്റെ പൊരയിൽ നിന്ന് വന്നതുകൊണ്ട് അതിൽ ആറാമായ ഭക്ഷണം തിന്നേണ്ടിയില്ല. ആയിക്കോട്ടെ പോവാ. ഞാൻ പറയാം അള്ളാഹു മനുഷ്യന്മാർ ഇനിയുണ്ട്, ഇനിയും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇത് പൊളിഞ്ഞോളും. അള്ളാഹുത്തന്നെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാതെ രാവിലെ പറഞ്ഞത് ഉച്ചപൂർമ്മ ആളുകൾക്ക് വേണ്ടിയല്ല, അള്ളത് നിലനിർത്തുന്നത് ആൺകുട്ടികൾക്ക് വേണ്ടിയാണ്. അതാണ് മിനൽ മുഅ്മിനീന റിജാലുൻ. ആൺകുട്ടികളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളെ കൂട്ടത്തിൽ മിനൽ മുഅ്മിനീന റിജാൽ. മിനൽ മുഅ്മിനീന എന്നാണ് പിന്നെ റിജാൽ എന്ന് പറയുന്ന ആവശ്യമില്ല. കാരണം മുഅ്മിനീന തന്നെ മുടക്കറാണ്. പിന്നെ ഇതിനെ മിനൽ മുഅ്മിനീന റിജാലാണ്. പിന്നെ ഇതിനെ വേറൊരു റിജാൽ മിനൽ മുഅ്മിനീന റിജാലുൻ മിനൽ മുഅ്മിനീന
ആണുങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ടോ? എല്ലാ ആണുങ്ങളും ആണുങ്ങളല്ല. ആണുങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ടാവും. അവർ ആലമുള്ളവാഹിൽ ചെയ്ത അള്ളാഹുവിന്റെ കരാർ ഭൂമിയിൽ പറഞ്ഞാൽ അവർ പാലിക്കും. അവർ ആൺകുട്ടികളാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. നമ്മൾ ചിന്തിക്കണം. അൽ-ഐനിലെ ഷെയ്ഖിൻ്റെ വീട്ടിൽ നോമ്പെടുക്കാൻ സഞ്ചരിച്ചു. അപ്പോൾ അത്തിപ്പറ്റക്കാരൻ മെയ്തിമുട്ടിനെ വിളിച്ച് കളിത്തുണിയെടുത്ത് ഇതിൽ 10 കൊല്ലം പറഞ്ഞൊരു സംഭവമാണ്. ഇതിൽ കൂടെ പങ്കെടുത്ത ആളെ ഞങ്ങൾ നേരിട്ടു. അത്തിപ്പറ്റക്കാരൻ മെയ്തിമുട്ടിനെ വിളിച്ചിരുന്നു. അന്ന് അൽ-ഐനല്ല തൊട്ടപ്പുറത്തൊരു എമിറേറ്റ്സിൻ്റെ അതിന് പറയുക അബുദാബി ദുബായും അല്ലാത്ത ഒന്നുണ്ട്. എന്താ അതിന് പറയുക? ഷാർജ അല്ലാത്ത അതല്ല. അവിടെ തന്നെ വേറെ എമിറേറ്റ്സില്ലല്ലോ. അജ്മാൻ അല്ലാതെ അബുദാബിയിൽ നല്ലത് വേറെ ഫുജൈറയിലെ ഷെയ്ഖിൻ്റെ വീട്ടിൽ രാജാവിലോട്ട് നോമ്പ്. അപ്പോൾ വിദേശികളെ ആയ മൂല്യന്മാരെയൊക്കെ കൂട്ടി അപ്പോൾ ഈ കളിത്തുണിക്കാരനെ വിളിച്ചു. ഈ അത്തിപ്പറ്റക്കാരൻ മീഡിയെ കൂട്ടി വന്ന കളിത്തുണിക്കാരനെ മൂല്യാരെ വിളിച്ചു. അങ്ങനെ ഭക്ഷണം എടുത്തു വെക്കാൻ ഷെയ്ഖന്മാർ അറബ് രാജാക്കന്മാരും ഒക്കെ ഉള്ള സദസ്സ്. അങ്ങനെ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് ഹാളിലേക്ക് അതിഥികളെ കൊണ്ടുപോയപ്പോൾ ഈ മനുഷ്യൻ എല്ലാവരും ഇങ്ങനെ കസേരയിൽ ഇരിക്കാൻ നോക്കുമ്പോൾ മനുഷ്യൻ രാജാവിൻ്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല. റസൂലുള്ളാഹിന്റെ നോമ്പ് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുക്കാതിരിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്ത് താഴെ ഇരുന്നതെന്നല്ല. രാജകൊട്ടാരത്തിലാണെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിട്ടാണെങ്കിൽ താഴെ ഇരിക്കണമല്ലോ. ഉടനെ രാജാവിനോട് പറഞ്ഞു. ഉടനെ രാജാവ് ഈ കളിത്തുണിക്കാരെന്ത് പറയാനാരെന്ന് രാജാവ് ചോദിച്ചില്ല. അതിഥികളെ പിന്നെ അവിടെ തന്നെ കൊണ്ടിരുന്നു. എന്നോട് പറയാ 3 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ആ ഭക്ഷണ ഹാളിൽ ചെന്ന് നോക്കുമ്പോൾ മേശയും കസാരി അവിടെ പോയത് കാണാനില്ല. ആകെ സുമാത്തിന് വിരിച്ചിട്ട് അടിയിൽ പായിട്ടിട്ട് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് തിന്നാനുള്ള സൗകര്യം. മൻ ഖാഫല്ലാഹ ഖാഫ മിൻഹു കുല്ലു ശൈ വമൻ ലം യഖഫില്ലാഹ അഖാഫഹു കുല്ലു ശൈ. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹിക്കമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ മൻ ഖാഫല്ലാഹ ഖാഫ മിൻഹു കുല്ലു ശൈ ലം യഖഫില്ലാഹ അഖാഫഹു കുല്ലു ശൈ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരാൾ അല്ലാഹുവിനെ പേടിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ പേടിക്കും. ലോകം മുഴുവൻ പേടിക്കും. വമൻ ലം യഖഫില്ലാഹ അല്ലാഹുവിനെ പേടിക്കണില്ലെങ്കിലോ അഖാഫഹു കുല്ലു ശൈ എല്ലാവരും അവനെ പേടിപ്പിക്കും. ഇന്ന് കളി തുണിക്കാൻ വളാഞ്ചേരി അങ്ങാടിയിൽ നിന്ന് മൗലാനെ കളി തുണി വെച്ച് നടക്കുന്ന ആളാണ് ഉപദേശിച്ചത്, നന്നാക്കിയത്. ആരെ? ഫുജൈറയിലെ രാജാവ്. ചിന്തിക്കും. അള്ളാഹു നമുക്ക് ഞാൻ അത്തിപ്പറ്റ വേദിക്കുട്ടി മുസ്ലിയാർ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ. അവർക്കൊക്കെ വേണ്ടിയാണ് ഭൂമിയിൽ മഴ പെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ എത്താൻ പറ്റുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു തആല അവിടെ എത്തിച്ചു തരട്ടെ. എത്തും. നിങ്ങളാരും പേടിക്കണ്ട. അങ്ങനത്തെ ആൺകുട്ടികൾ ഇനി ഉണ്ടാവും. ഇനി ഔലിയാക്കന്മാരെ കാലമാണ്. ഔലിയാക്കന്മാർ അവസാനിച്ചൊന്ന് വിചാരിക്കരുതട്ടാ. എന്ന ഔലിയാക്കന്മാരെ കാലമാണ്. അങ്ങനെ വിചാരിക്കണ്ട. ഇനി സാലിഹീങ്ങളെയും മുത്തഖീങ്ങളെയും കാലമാണ്. അത് തുല്ലത്തും മിനൽ അവ്വലീന വഖലീലുൻ മിനൽ ആഖിരീൻ. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ ആയത്തിന് വിശദീകരണം നൽകിയിട്ടുള്ളൂ. ഖൈറു ഉമ്മത്തി അവ്വലുഹാ വആഖിറുഹാ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഈ നന്മയെ സഹായിക്കണം. നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങളെ മക്കൾക്ക് ഞാൻ 1 2 3 4 5 6 ആൺകുട്ടികളൊക്കെ ഉണ്ടാവും. ഒരു കുട്ടിക്ക് എന്താ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് ഖുർആൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഖുർആൻ പഠിപ്പിച്ചാൽ പിന്നെ ദീൻ പഠിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നിട്ട് നല്ല ഏതൊരു മുന്നിലും ഏതൊരുത്തന്റെ മുന്നിലും എണീറ്റ് നിൽക്കാൻ കരുത്തുള്ള ആളായി ഉള്ളും പുറം നന്നായിട്ടില്ല. നല്ല ആലിമും ഹാഫിളും. ആലിം ഹാഫിളായ വളരെ വലിയ ഗുണമാണ്. ഒരു വിഷയം പറയുമ്പോഴത്തേന് ആയത്തിന് ഓർമ്മ വരും. അപ്പോൾ ഓർമ്മ വരും. അത് ഉടനെടുത്ത് പറയും. ാലിമായാൽ വലിയ ഉപകാരം. അള്ളാഹു തആല നമ്മളെ കുട്ടിയെ ഹാഫിളായ കുട്ടിയെ അള്ളാഹു ആലിമാക്കി കൊടുക്കട്ടെ. നല്ല നിറഞ്ഞ ആലിമാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യമാണ്. എന്താ ബഹുമാനപ്പെട്ട നാട്ടുകാരെ ചെയ്യേണ്ടത്? ഒന്ന്,
3, 4, 5 കുട്ടികൾ നമുക്കുണ്ടാവും. നാട്ടിലെ മൂല്യന്മാരെ നമ്മൾ ആദരിക്കും, മൂല്യന്മാർക്ക് ചെലവും കൊടുക്കും. പക്ഷെ നമ്മളൊരു കുട്ടിയെ നമ്മളെ ഒരു കുട്ടിയെ അത് നമ്മൾ ചെയ്യില്ല. ഈ കോള ഉണ്ടാക്കണം ഉസ്മാൻ എന്ന വ്യക്തി. ഈ സ്ക്വാഷ് മറ്റേ മനസ്സിലായില്ല, ഈ കളറൊക്കെ കളിക്കിട്ട് അതില് അതല്ല ഈ കൊക്കക്കോള പോലെ ഈ പൊരേ സാധനം ഉണ്ടാക്കിയിട്ട് ഇവൻ എന്താ പറയാ മറ്റേ സോഡ കൊണ്ടുപോയി വെക്കും പോലെ കൊണ്ടുപോയി വെക്കും. ഇങ്ങനത്തെ സ്ക്വാഷുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുന്നവർ തന്നെ ഉസ്മാൻ നമ്മൾ അതിപ്പോഴുണ്ട്. പണി നിർത്തിയിട്ടുണ്ട്. പണ്ട് കോള വെക്കുക. ഇവൻ ഈ കോള ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി പീടിയെ കൊണ്ടുപോയി വെക്കും. ഇതിപ്പം ആ പീടിയിൽ നിന്ന് നേരെ അപ്പുറത്തെ പീടിയിൽ മാറി ഇരിക്കും. ആരെങ്കിലും കുടിക്കുന്നുണ്ടോ നോക്കാൻ. എന്നിട്ട് ആരെങ്കിലും കുടിക്കണ്ടെങ്കിൽ ഇവൻ തിന്നിച്ചിരിക്കും. ഇവൻ കലമ്പര ഉസ്മാന്റെ കോള പോലെ നമ്മൾ തിന്നാലോ അതിന് കൊടുത്താൽ നമ്മളെ നാട്ടിൽ പറയും ഉസ്മാന്റെ കോള പോലെയാണ്. അത് ഉസ്മാൻ കാലം വരെ ആ കോള കുടിച്ചു നോക്കിയില്ല. ആരെങ്കിലും കുടിക്കാണെങ്കിൽ ഉസ്മാൻ ബാക്കിൽ പോയി ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ മൂലയ്ക്ക് ചെലവ് കൊടുക്കും, മൂലയ്ക്ക് പൈസ കൊടുക്കും. 8, 10 ആൺകുട്ടികളുണ്ടോ ഒരു മൂലയിൽ ഒരു കുട്ടിയെ മൂലയിലാവും. അത് ഉസ്മാന്റെ കോള പോലെ. അത് ഉസ്മാന്റെ കോള എന്നാണ് എന്ന് പറയാം. ഒരു കുട്ടി അള്ളാൻ കൊടുത്തത് പ്രസവിക്കാൻ നേരം വൈകിയാൽ 2 ഉണ്ടായി പ്രശ്നത്തിന് കുട്ടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞവര് ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. 2 കൊല്ലം എഴുത്താതെ പെണ്ണിട്ടിട്ട് കുട്ടികളില്ല കൊള്ളുവാൻ. അപ്പൊ കുട്ടികളുണ്ടെങ്കിൽ മൂല്യം വരക്കണം. 3 കൊല്ലമായി കുട്ടികൾ 9 കൊല്ലം കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് വരക്കി. അപ്പൊ ഇവർക്കൊന്നും കുട്ടികളില്ലെങ്കിൽ ദ്വാരം കൊടുക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്തമാണ് മൂല്യ ഉത്തരവാദിത്തം. അങ്ങനെ കുട്ടികൾ ഉണ്ടായാലോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മൂല്യം കുട്ടി നമ്മൾ കണി കാണില്ല. പിന്നെ കുട്ടി പെണ്ണാണെങ്കിൽ ഒരു 18 കൊല്ലം കഴിഞ്ഞാൽ സബോജത്തുക വാങ്ങത്തുക എന്ന് പറഞ്ഞാൽ കിട്ടിയെങ്കിൽ കിട്ടി. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ ഫ്രോയിഡിന് കൊടുക്കും, സാർട്ടറിന് കൊടുക്കും, ഐൻസ്റ്റീന് കൊടുക്കും, റസലിന് കൊടുക്കും, കാൾമാക്സിന് കൊടുക്കും, എംഗൽസിന് കൊടുക്കും, ട്രോട്സ്കിക്ക് കൊടുക്കും, ലെനിന് കൊടുക്കും, സ്റ്റലിന് കൊടുക്കും, എന്താ പറയാ ലാമാർക്കിന് കൊടുക്കും, ചാന്ദാവിന് കൊടുക്കും, ഒരുക്കൊക്കെ കൊടുക്കും. മൂല്യം കുട്ടീനെ അവരവരുണ്ട്. ചിന്തിക്കും. ഈ അവസ്ഥ നമ്മൾ ചെയ്യ ഈ കുട്ടി നമുക്കൊരു പ്രചോദനമാവണം. കുറച്ച് ഹാഫിളീങ്ങൾ ഈ നാട്ടിലുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് നിങ്ങളെ നല്ല കരുത്തുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് ദാറുൽ ഖുർആനിൽ ചേർക്കാൻ പറ്റിയ കുട്ടികളെ നിങ്ങൾ ദാറുൽ ഖുർആനിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ സഹായത്താൽ ദാറുൽ ഖുർആനിൽ അതിന് കരുത്തും യോഗ്യതയും മക്കൾക്കുണ്ട്. ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറൊരു സ്ഥാപനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ സഹായത്താൽ നിറഞ്ഞ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. കുട്ടികളെ കൊടുക്കുക. 2 കാര്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്നാൽ, ഒരു വലിയൊരു പ്രശ്നം എന്തെന്നാലും നമ്മൾ ഈ നിലയ്ക്ക് പോയാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ബാപ്പ മരിച്ചെടുത്ത് ഖുർആൻ ഓടാൻ പറ്റിയ കുട്ടികൾ നമ്മുടെ നാട്ടിലില്ല. അതിന് പ്രധാന കാരണം മദ്രസ മരിച്ചുകൊണ്ടിരിക്കണം. മദ്രസയിലെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുപോയി. ഇംഗ്ലീഷ് മീഡിയത്തിൽ അത്രയൊന്നും ശ്രദ്ധ ഇല്ലാത്ത ഒരു തരം പഠിപ്പാണ് അറബി പഠിപ്പിച്ചാൽ. ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ നാട്ടിന്റെ തൊട്ടടുത്ത് നാട് ഞാൻ പറയില്ല, പേര് ഞാൻ പറയില്ല, പറഞ്ഞാൽ അതിന് മോശമാണ്, ഞാൻ പറയില്ല, നല്ലൊരു സംഭവം. ഇതിനു മുമ്പുള്ള അച്യുതാനന്ദന്റെ ഭരണകാലത്ത് മദ്രസ സ്കൂളിന്റെ സമയം മാറ്റുന്ന ഇഷ്ടമാണ്. അപ്പൊ സ്കൂൾ സമയം മാറ്റിയാൽ എന്ത് പോകും? മദ്രസ പോകും. അപ്പൊ മുഖ്യമന്ത്രിക്ക് നമ്മൾ 10 ലക്ഷം ഒപ്പിട്ടിട്ട് മുഖ്യമന്ത്രിക്കായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാനിവിടെ എന്ത് പോലീസ് എങ്ങനെ യാത്ര കൂടി നമ്മളവിടെ പൈസ എടുത്തനുസരിച്ച്. അപ്പൊ ഒരാൾ ഒപ്പിടിക്കുന്നുണ്ട്. അവിടെ കുളിച്ചോടെ ചെയ്തത് ഒപ്പിട്ട് പോണേ മുഖ്യമന്ത്രിക്ക് കത്തയക്കണം എന്നാണ്. അങ്ങനെ ഒരാൾ ഒപ്പിടിക്കുന്നുണ്ട്. ഞാൻ ഒപ്പിട്ടു. ഇതിനിടയിൽ ഇയാളടുത്തൊരു ചെറിയ കുട്ടി നിൽക്കുന്നുണ്ട്. ഒരു 30 വയസ്സായി. അപ്പൊ ഞാനേ ഒപ്പിട്ടതിന്റെ ഇടയിൽ ഈ കുട്ടികളെ ഞാൻ ചോദിച്ചു, മോനെ സ്ഥാനുട്ടി പിന്നെ ഏത് മദ്രസയിലാന്ന് ചോദിച്ചു. ഞാൻ മദ്രസയിൽ എത്രാം ക്ലാസ്സിലാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ മദ്രസയിലല്ല, ഒപ്പിടിക്കുന്നവന്റെ മകനാണ്, പുറത്തു പറയണ്ട. ഇത് ആരാണ്? ബഹുമാനപ്പെട്ട മകൻ. ആരുടെ പറയണ കുട്ടി? മദ്രസ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഒപ്പിടിക്കുന്നവന്റെ മകൻ എവിടെ പോണില്ല, അത് പോണില്ല. ഇതും ഉസ്മാന്റെ പോലെയാണ്. നമ്മൾ ചിന്തിക്കാം.
ഈ നിലക്ക് പോയാൽ എന്താണ്? ഒരു മദ്രസ വാർഷികത്തിന് ഇന്നെ ഇവിടെ അടുത്തൊരു മദ്രസ വാർഷികത്തിന് ഇന്നെ കൊണ്ടുപോയി. അവൻ ചെന്നാൽ സാധാരണ ചോദിക്കും, ഇവിടെ പിന്നെ ചോദിക്കണ്ടാവും ചെന്ന കുട്ടിയാതിരിക്കലും എന്തോടെ പറയണ്ടേ. അപ്പൊ സെക്രട്ടറി എന്നോട് പറഞ്ഞേ, പിന്നെ മദ്രസയിലൊന്നും കുട്ടികളില്ല, നിങ്ങൾ അത് നല്ലോണം പറയുന്നതാണ്. അപ്പൊ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞ, മദ്രസയിൽ കുട്ടികളില്ലാത്തത് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാത്തോണ്ടാവുമല്ലോ, നമുക്ക് നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ പള്ളിയിൽ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് യാസീനോട് ദ്വാരക്കാം. കാരണം പെണ്ണുങ്ങൾക്ക് പ്രസവം നടന്നാല് കുട്ടികളൊക്കെ മദ്രസയിൽ എത്തുമല്ലോ എന്നാണ്. അപ്പൊ സെക്രട്ടറിക്ക് സൈക്കിൾ വന്ന് വീണ ഒരു ചെറിയ ഒരു ഞാൻ മാറി പ്രസവമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ്. പിന്നെ കുട്ടികളൊക്കെ ഇംഗ്ലീഷിൽ ഇന്നെ പഠിപ്പിച്ച മുസോലിനുണ്ട്. അക്കാലത്തെ മുസോലിൻ ആ നാട് വിട്ട് പോകാൻ വേണ്ടി ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം 2ാം ക്ലാസ് തുടങ്ങിയിട്ടല്ല, എങ്ങനെയല്ലോ മേശയ്ക്ക് ചുറ്റും വിട്ടു. എന്നിട്ട് ആദ്യത്തെ പീരീഡ് എന്താ, ഖുർആൻ പഠിപ്പിക്കുക. അത് ഇവിടെ അത്തല്ല, ഇവിടെ ഇവിടെ 3ാം ക്ലാസ് മൂല്യതല്ലേ അതന്നെ. 4ാം ക്ലാസ് 5ാം ക്ലാസ് 5ന്റെ പൊതുപരീക്ഷ കഴിഞ്ഞപ്പോ വിചാരിച്ച് ഇനി 30 ഖുർആൻ ചോദിക്കൂലേക്കും. 6 ആദ്യത്തെ പരിപാടി തന്നെ ഈ തല്ല്. എന്തോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? കൊല്ലക്കണക്കിന് കറാത്ത് മറാത്ത് ഓതി പഠിപ്പിക്കാം. അർത്ഥമല്ല പഠിക്കേണ്ടത്, ഓത്താണ്. ഈ കിറകളാണ് ഓതാനാണ് അർത്ഥം പഠിക്കൽ. 10ാമത്തെയും 100ാമത്തെയും കാര്യമാണ്. 1ാമത്തെ കാര്യം പറയും മനുഷ്യന്മാരെ, ഈ കിറകളാണ് ഓതുകയാണ്. ഓതുന്നത് അങ്ങോട്ട് പറയും. بسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. ود فإذا قرأناه فاتبع القرآن. ود فإذا لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه. ബാക്കിയൊക്കെ പിന്നെ അർത്ഥം തീരൂല. ഓത്ത നമ്മളാണ്. അള്ളാഹുതആല തൗഫീഖ് തരട്ടെ. ഓത്തട പോകും, അതിന് മദ്രസ പോകും. ഖുർആന്റെ ഓത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിരക്ക് പോയാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മാപ്പ മരിച്ചെടുത്ത് ഓതാൻ പറ്റിയ മക്കളില്ലല്ലോ. അള്ളാഹുതആല നമ്മളെ കാത്തിരിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മോമിനീങ്ങളെ. ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നല്ല ഖുർആൻ ഹിഫ്ളുള്ള മക്കൾ, നല്ല തജ്വീദുള്ള മക്കൾ, അവർ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം. നമ്മളെ കുട്ടികളെ തന്നെ അതിന് കൊടുക്കണം. അള്ളാഹുതആല എൻ്റെ മക്കളെ അടക്കാം. മക്കളെ അള്ളാഹുതആല നല്ല നാഫിയായ ഇൽമുള്ള മക്കളാക്കി തരട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മരിച്ചോ ഒരു പേടി പേടിക്കണ്ട. അതൊന്നും സമ്മതിക്കില്ല. ഒരു അമവി രാജാവ് വെള്ളിയാഴ്ചയെ പോലെയാക്കാൻ ഒരു അമവി രാജാവ് പെരുന്നാൾ നിസ്കാരത്തെ തീരുമാനിച്ചു. പെരുന്നാൾ നിസ്കാരം ആദ്യം ഖുതുബയും പിന്നെ നിസ്കാരം. അതേപോലെ തന്നെ പെരുന്നാളിനും ആക്കാൻ ഒരു അമവി രാജാവ് തീരുമാനിച്ചു. ചിന്തിക്കും, എന്തുകൊണ്ട് രാജാവ് ന്യായം പറഞ്ഞു. എന്താ രാജാവ് പറഞ്ഞ ന്യായം? പെരുന്നാളിന് ആദ്യം നിസ്കാരവും പിന്നെ ഖുതുബയും ആക്കിയാൽ ആകുകയാണെന്നത് കാരണമായി അഹ്ലുൽ ബാദിയത്തായ ആളുകൾ, ഗ്രാമീണരൊക്കെ നേരം വൈകി വരും. അപ്പോൾ പലർക്കും നിസ്കാരം കിട്ടുന്നില്ല. അതുകൊണ്ട് രാജാവായ ഞാൻ ഇക്കൊല്ലം മുതൽ കൽപ്പിച്ചിരിക്കുന്നു, നമ്മളെ പെരുന്നാൾ നിസ്കാരം ജുമാ പോലെ തന്നെയാണ് കൂഫയിലും ബസറയിലും ഒക്കെ നടക്കാൻ. ഒരു അമവി രാജാവാണ് വിളംബരം പുറപ്പെടുവിച്ചു. പെരുന്നാളിന്റെ തലേന്ന് മഹാനായ ബസറി റളിയല്ലാഹു അൻഹു ബസറ പള്ളിയിലെ മിമ്പറിന്റെ മുന്നിൽ കമങ്ങണം എന്ന് പെരുന്നാളിന്റെ അന്ന് രാവിലെ ഇമാമ ഖലീഫയാണെന്ന് ഇന്ന് പ്രസംഗം നടത്തുക. ഖുതുബക്ക് കയറാൻ വേണ്ടി ഇയാളിങ്ങനെ വന്നപ്പോൾ അവിടെ കമന്നടക്കാൻ. അപ്പോൾ രാജാക്കന്മാർ വിളിച്ചു, എന്താ പ്രശ്നം വെച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മയ്യത്തെടുക്കാൻ മിമ്പറിനെ വല്ല കാരണം വിളിക്കില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവച്ച മാതൃക മാറ്റാൻ പറ്റില്ല. രാജാവ് മാപ്പ് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, വലിയ കോമരം പോലത്തെ ഒരാളുണ്ടായിരുന്നല്ലോ. ഇവിടെ അക്ബർ ചക്രവർത്തി, എല്ലാവർക്കും പേടിയുള്ളത്. അക്ബർ എന്ന് എല്ലാവരും പറയുന്ന അക്ബർ ഇസ്ലാം മതത്തിനെ മാറ്റിയിട്ട് ദീനയിലായി സ്ഥാപിച്ചു. അക്ബർ ബ്രാഹ്മണ പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പോൾ പിന്നെ ഒപ്പിച്ചു, എല്ലാവരും കൂടിയാണ് ഒപ്പിച്ചു.
കബീർദാസിനെയും മറ്റൊക്കെ കൂട്ടിയിട്ട് ഒരു ദീന് പുതിയതാക്കി ഉണ്ടാക്കി. ദീന ഇലാഹി, ഇസ്ലാമിനെ വലിയ ഇസ്ലാമിനെ മാറ്റി വെച്ചിട്ട് ദീന ഇലാഹി വേണമെന്ന് പറയാൻ ഖതീബന്മാരോട് കൽപ്പിച്ചു. മൂല്യന്മാർ ബേജാറായി, സാധുക്കളായ സ്വഭാവം. എന്ത് ചെയ്യും? അപ്പോൾ കാബൂളിൽ നിന്ന് ഒരു ആൺകുട്ടി വന്ന്, ഒരു ആലിം, അദ്ദേഹമാണ് മുജദ്ദിദെ അൽ-ബിദാനി അഹ്മദുൽ ഫാറൂഖ് അസ്സൽഹി റളിയല്ലാഹു അൻഹു. നേരെ ഡൽഹിയിലാണ് വന്നത്. അക്ബറിനോട് വാദപ്രതിവാദം നടത്തി. കബീർദാസിനോട് അക്ബറിന്റെ കൂടെ ആരൊക്കെയുണ്ടോ അവര് മുഴുവൻ തോറ്റും. ദീന ഇലാഹി കുഴിച്ചടന്നു. അക്ബർ മാത്രം ഫഖീർ, ഈ മനുഷ്യൻ ഫഖീർ, രാജാവോട് തോറ്റു. ആരുടെ മുന്നിൽ? ആലിമിന്റെ മുന്നിൽ. ആലിമാണ് അഹ്മദുൽ ഫാറൂഖ് അസ്സൽഹി റളിയല്ലാഹു അൻഹു. പറഞ്ഞാൽ ഈ ഇസ്ലാമിനെ ഇന്ത്യയിൽ സംരക്ഷിച്ചത് ഒരു കാലത്ത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവ് എന്ന് പറയും. മുജദ്ദിദെ അൽ-ഫിസാനി അഹ്മദുൽ ഫാറൂഖ് അസ്സൽഹി റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു കാര്യത്തിന് ഓരോരുത്തരും പ്രചോദനം കൊടുക്കണം എന്ന് നിങ്ങൾ മനസ്സിനോട് എന്നോടും നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നീട്ടി നിങ്ങളോട് സംസാരിക്കുന്നില്ല. നമുക്ക് ദുആ ചെയ്ത് പിരിയ. അതിനിടയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതിനിടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിലാണ് ആ കുട്ടി പഠിച്ചത്. ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോഴിക്കോട്ട് കൊടുവള്ളിയിലൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളിൽ കൈ നീട്ടിയിട്ട് മാത്രം നടത്തുന്ന സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. എൻ്റെ മുന്നിൽ നിൽക്കുന്ന അതിൻ്റെ സഹയാത്രികനായ ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഈ കോഴിക്കോട്ട് റബ്ബിൻ്റെ ഒരു സഹായത്താൽ, ഞാൻ എന്തിനാ പറഞ്ഞത്, എൻ്റെ കൈനീട്ടലിൻ്റെ കാര്യം പറയാനല്ല, എനിക്ക് കാര്യം പറയാനുണ്ട്. എൻ്റെ റബ്ബിൻ്റെ സഹായത്താൽ മജ്‌ലിസുകളിൽ ഇങ്ങനെ കൈനീട്ടിയത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. ഇങ്ങനെയാണ്. ഈ റമദാൻ മാസത്തിലും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട, ഞാൻ കാസർഗോഡ് മറ്റുമൊക്കെ ചില പള്ളികൾ അന്വേഷിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വളർന്നു പോവാം. പഴയ കാലത്ത് ഓതി പഠിച്ചിരുന്ന കാലത്താണ് വെള്ളിയാഴ്ച. ഞാനിപ്പോൾ അന്വേഷിച്ചത് തളങ്കര മജീദ് വാക്കവിയോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വെള്ളിയാഴ്ച വളർന്നു വരാം, പക്ഷേ കണ്ടീഷൻ ഉണ്ട്, ദാറുൽ ഖുർആൻ ഒരു 3 ലക്ഷം രൂപ പിരിച്ചേർന്ന് ഞാൻ വെള്ളിയാഴ്ച വളർന്നു വരാം എന്ന് മജീദ് വാക്കവിനോട് പറഞ്ഞത്. മജീദ് വാക്ക ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിവരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നടക്കുന്ന സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. വേറൊരു പിരിവില്ല. നമ്മളെ ഈ മജ്‌ലിസുകളിൽ കൈനീട്ടി നിന്ന് കിട്ടിയതാണ്. ഇതൊരു മനുഷ്യൻ തന്നെ 15,000 രൂപ ഒരു കുട്ടിയെ ഏറ്റതാണ് ഈ പൈസ. അടുത്ത വർഷത്തിൽ കുട്ടി അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കളിൽ ബർക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആന്റെ അള്ളാഹിന്റെ കുടുംബമാകാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഓരോ കുട്ടിയെ ഏറ്റെടുക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാം. പോക്കറ്റ് തുറന്നു നോക്കിയിട്ട് വലിയ പൈസ ഉള്ളവരും ചെറിയ പൈസ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ദാറുൽ ഖുർആന് വേണ്ടിയുള്ള ഒരു ദാനമായിരിക്കും. അൽഹംദുലില്ലാഹ്. ഒരാളുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ആ പറ്റില്ല. അത് ലാസ്റ്റ് ചെയ്യാനോ ഒരു മിനിറ്റ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടു നന്നാൽ, ആരെങ്കിലും ദാറുൽ ഖുർആന് ഒരു സംഭാവന തരാൻ കയ്യിലുണ്ടെങ്കിലും ദാറുൽ ഖുർആനാണ് ഈ കുട്ടികളൊക്കെ പഠിച്ചത്. ഇവിടുത്തെ സ്ഥാപനം ദാറുൽ ഖുർആനിന്റെ ഒരു സംഭാവന. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, ചികിത്സ, പഠനം ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെ ഇസ്ലാമിൻ്റെ മക്കളാക്കി വളർത്തിയെടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ്. കഴിവിൻ്റെ പരമാവധി ഞങ്ങൾക്ക് സഹായിക്കുക. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് ഇത്തരപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാനുള്ളത്. നാളെ മാശറ ലോകത്ത് നമ്മുടെ സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹു തആല ചോദിക്കും, റബ്ബേ, പരിശുദ്ധമായ നിന്റെ കലാമ് പഠിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിനോട് ഞങ്ങൾ സഹായിച്ചവരാ എന്ന് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് തൻ്റെ ഇടത്തോടെ കൂടെ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഉസ്താദിൻ്റെ കയ്യിൽ അത് കൊടുക്കുക. സഹോദരിമാരുടെ ഭാഗത്ത് ഉണ്ടെങ്കിലുള്ളതിനനുസരിച്ച് അവരെ കൊടുക്കണം.
ഒരു കുട്ടിയെ അല്ലെങ്കിൽ 2 കുട്ടിയെ ഞാൻ ഏറ്റെടുത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിന് താല്പര്യമുള്ളവർ അത് ഉസ്താദിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയാൽ ഇവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ഈ കുട്ടികളും പിന്നെ ഈ സ്ഥാപനം നടത്തുന്ന ഇവരൊക്കെ പ്രത്യേകമായി ദുആ ചെയ്യുന്നത്. ഈ കുട്ടികൾ റബ്ബിനോട് പറയും, റബ്ബേ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് നല്ല നിലക്ക് ഓതി പഠിക്കാൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പാതിരാ സമയത്ത് തഹജ്ജുദ് സംസ്കാരം നിർവഹിച്ചുകൊണ്ട് ഈ കുട്ടികൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, നീ അവരെ സഹായിക്കണേ, അവരെ ആപത്തിൽ നിന്ന് കാക്കണേ, മാരകമായ രോഗത്തിൽ നിന്ന് അവരെ നീ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ കുട്ടികളുടെ പ്രാർത്ഥന അള്ളാഹുത്തല തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, കഴിവിന്റെ പരമാവധി അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ഈ സമ്പത്ത് അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളത്. കുഞ്ഞമ്മ മുസ്ലിയാരെ പറഞ്ഞതുപോലെ സമ്പാദ്യം മുതലിൽ നിന്ന് 3 അക്ഫാന, അത് മാത്രമല്ലതിലെപ്പയും വഹദാന, മെത്തയ്ക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ആരും സഹായിക്കാനില്ലാത്ത ഖബറിൽ ഏകനായി അന്തിയുറങ്ങുന്ന സമയത്ത് കഴിവിന്റെ പരമാവധി ഇത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. ഖുർആനെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണമേ. ഖുർആന്റെ മക്കളെ ഏറ്റെടുത്തവരെ ഫക്കീറ സ്ഥാപന ദാറുൽ ഖുർആൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇന്ന് കൈനീട്ടുന്നത് കൊണ്ടല്ലാതെ ഒരു വരുമാനവും ഇല്ല. അതിലെന്നെ സഹായിക്കണം. അതിങ്ങനെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിച്ച് പോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ആലിമീങ്ങളാകാൻ പഠിക്കുന്നുണ്ട്. ആയത്തുള്ളതിന് ശേഷം ഇപ്പോൾ ശരിയായിട്ട് കോളേജിൽ നമ്മൾ ആരംഭിച്ചു. റബ്ബിൻ്റെ സഹായത്താൽ അല്ലാഹു നമ്മളെ സഹായിക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞാനതിൽ ഒന്നും പറയല്ലാട്ടോ, ഞാൻ പറയുന്നത് നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയില്ല. മുതലാളി സ്ഥാപനമല്ല, ഒരു സാധുവായ സ്ഥാപനമാണ്. കുട്ടികൾക്ക് പരിശുദ്ധ കലാം പഠിപ്പിക്കുക ഒരു നിശബ്ദമായ സ്ഥാപനമാണ്. അതിനുവേണ്ടിയാണ് കോഴിക്കോട് പ്രഭാഷണങ്ങളൊക്കെ നടത്താറുള്ളത്. അത് തുടങ്ങിയ കാലത്ത് ദാറുൽ ഖുർആന് വേണ്ടി പ്രഭാഷണം തുടങ്ങിയിരുന്ന കാലത്ത് അതല്ലാത്തൊരു പ്രഭാഷണം ഇല്ല. ഇന്നിപ്പോൾ എല്ലായിടത്തും പ്രഭാഷണമായതുകൊണ്ട് അതിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങി. അതൊക്കെ ഇനിഷ്യലി പിന്നെ നമ്മൾ ചിരട്ട ഉടക്കല്ലാതെ നിർവാഹമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിരട്ട ഉടക്കലാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇതൊക്കെ നമ്മൾ ചിരട്ട ഉടക്കലാണ്. അതിന് നല്ലൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നാട്ടിലൊന്നും പരിപാടിയില്ല, തറാവീഹ് ചെയ്യുന്നു, റമളാൻ്റെ പരിപാടികളൊക്കെ. ആ കാലത്ത് രാവിലെ നമ്മൾ പരിപാടി തുടങ്ങി, അതാണ് വിജയിച്ചു. ഇപ്പം പിന്നെ സഹായത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ നടന്നു പോകുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്കുള്ള എല്ലാ വരുമാനങ്ങളും അങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു. പക്ഷെ എന്നാലും നമ്മളെപ്പോലത്തെ ഖുർആൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ആ കുട്ടികളെ ഏറ്റെടുത്തവർക്ക് വേണ്ടി കുട്ടികളെ ഏറ്റെടുത്താൽ ആ സ്ഥലത്തിൽ സന്ദർശിക്കുകയും ചെയ്യും. ഒരാൾ രണ്ട് കുട്ടികളെ ഞാൻ രണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 2 കുട്ടികളെ ഏറ്റെടുത്തുന്ന ഒരാൾ വേറെ ഒരാളിനോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ബിഹഖ് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം. റബ്ബി ഖുർആനിലെ രഹസ്യമായ ആയത്തിന്റെ ഹഖ് ജാഹ ബർക്കത്തും മുത്തറസൂലുള്ളാഹിയുടെ മദഹസന ഉൾക്കൊള്ളുന്ന ഈ ആയത്തിന്റെ ബർക്കത്തുണ്ട്. ഏറ്റെടുത്ത ആളുകൾക്ക് വലിയ ഖൈർ കൊടുക്കണമേ റബ്ബേ. ദുനിയാവ് ആഖിറത്തിൽ റഹ്മത്ത് ഖുർആന് വേണ്ടിയിട്ട് ദാനം ചെയ്ത എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഒരു വിഷമം വേണ്ട. അതൊക്കെ ആൺകുട്ടികളെ പെട്ടിയിൽ പൈസ ഉണ്ടാവും, ഇതൊക്കെ നടന്നു പോകും. ഒരു പേടിയും വേണ്ട. അത് അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാൻ അതൊക്കെ നടത്തി തരും. അല്ലാഹു ഇനി നമുക്ക് നടത്തി തരട്ടെ. അതൊന്നും ഖുർആൻ അങ്ങനെ ഒരു ഇല്ലാത്ത വലിയ വലിയ മുതലാളിമാരെ തിരഞ്ഞു പോകാറൊന്നുമില്ല. അതങ്ങനെ നടന്നു പോകും, ഭംഗിയായി നടന്നു. ഇന്ന് വരെ നടന്നിട്ടുണ്ട്, നാളെ നടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ നിങ്ങൾ അതിനെല്ലാവരും ഏറ്റെടുക്കുക. കൊടുവള്ളി ക്ലാസ് അതിൽ വലിയൊരു സംഗതിയാണ്. കൊടുവള്ളി ക്ലാസ്സിൽ ഒരു ആഴ്ചയിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, എന്തെങ്കിലും
ഒരു പൈസ ഇല്ലാത്ത ഒരാഴ്ച ഉണ്ടാവില്ല. സാധുക്കളായ പെണ്ണുങ്ങൾ ദാനം ചെയ്യും, അവർക്കൊക്കെ വലിയ ഹൈറും ഉണ്ടാവും. ഒരു കുട്ടിക്ക് വെള്ളപ്പാണ്ട് പിടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ കൊണ്ടു. ഞാൻ അവർക്ക് ആയത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ദാറുൽ ഖുർആന് വേണ്ടി നിങ്ങൾ 10 ലിറ്റർ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ, മായമില്ലാത്ത എണ്ണ വാങ്ങി നിങ്ങൾ തേങ്ങ വാങ്ങി ആട്ടിയിട്ട് നിങ്ങൾ തന്നെ ദാറുൽ ഖുർആൻ കൊണ്ടുപോയി കുടിക്കണം. ഈ കുട്ടിയെ മിനിഞ്ഞാന്ന് വൈകുന്നേരം എടുത്ത് കൊണ്ടുവന്നിരുന്നു. 90